നമ്മളുടെ വണ്ടി ഇവിടെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ ഫ്രണ്ടിലൊന്നും ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല കേട്ടോ. ഫ്രണ്ടൊക്കെ സെയിം അതേപോലെ ഹൈടെക് ബോഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പേര് മാറ്റിയിട്ടില്ല. പേര് മുത്തുന്ന് തന്നെയാണ്. ഇവിടുന്ന് സ്റ്റെപ്പിനി മാറ്റി. അതെ, ഇവിടെ ഒരു വെള്ളത്തിന്റെ ടാങ്ക്. ഒരു ബസ് ഇതിലെ കയറി പോകണം. ഈ ബസ് പോണ വഴി നോക്കിയപ്പോൾ അടപ്രഥമൻ. എനിക്ക് അടപ്രഥമനാണ് കേട്ടോ തരുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ വന്ന വണ്ടി. 30-40 അതിന്റെ മുകളിലേക്ക് ഒരു സ്പീഡിലേക്ക്. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഗൈസ് എല്ലാവരും കൂടി ഒരുമിച്ചൊരു സ്വാഗതം പറഞ്ഞിട്ട് കുറെ നാളായില്ലേ. അതെ, മുത്ത് ടവാറില്ല. മുത്തിന്റെ സ്വാഗതത്തിന്റെ ശബ്ദം മാറി. മുത്ത് ഒറ്റയ്ക്കൊന്ന് സ്വാഗതം പറഞ്ഞ മുത്ത സ്ട്രോങ് ആയിട്ട് പറയാ. അല്ലെങ്കിൽ ആൾക്കാർ ആയിരിക്കും തളർന്ന് കുത്തി പോയിരിക്കും. നിങ്ങൾക്ക് ആകെ ഒരു തന്ത വൈബായി എന്ന് തോന്നും. അന്നാളെ തന്നെ പറഞ്ഞു മുത്താകെ മാറിയില്ല, മുത്താകെ ഒന്നും മിണ്ടണില്ലല്ലോ, പോസായോ ചെക്കനൊക്കെ എന്ന്. പോസ് ഉണ്ടോ? പറയ വർത്താനൊക്കെ പറയാം. എന്തുണ്ട് ഗൈസ്, എല്ലാവർക്കും സുഖാണെന്ന് വെറുതെ ചോദിക്കേ. ഇവൻ എന്റെ മാനം കളയുന്നതായിട്ട് തോന്നുന്നത്. ഇവൻ എന്താ പറയാ, ആക്റ്റീവ് അല്ല. അവനോട് പറഞ്ഞിട്ട് ഇനി ആക്റ്റീവ് ആവണം. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നമ്മളുടെ വണ്ടി കാണാനായിട്ട് പോകാൻ കേട്ടോ. കുറെ നാളായി നമ്മൾ നമ്മളുടെ വണ്ടി കാണണം എന്ന് വിചാരിക്കുന്നു. ഞാൻ മലപ്പുറം വരെ പോയാലോ എന്ന് ഇതോട് 2 പ്രാവശ്യം പറഞ്ഞതാണ്, കാണാനുള്ള ഒരു ആഗ്രഹം കാരണം. പക്ഷെ ഇതിന് മുന്നേ നമ്മളുടെ വണ്ടിയൊക്കെ ഇതേപോലെ ഒരുപാട് വണ്ടികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാണാനുള്ള ഒരു ആകാംക്ഷ വന്നിട്ടില്ല, അല്ലെങ്കിൽ അത് കാണണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഈ വണ്ടി കൊടുത്തപ്പോൾ മുതൽ ഇതോടെ ഇടയ്ക്ക് പോയി. അപ്പം ഇത് പറയും, മലപ്പുറം വരെ വണ്ടി കാണാൻ പോകല്ലോ, അവിടെ വരെ പോകണ്ടേ എന്നൊക്കെ പറയും. അപ്പം ഞാൻ വിചാരിച്ചാൽ വേണ്ട, എന്തെങ്കിലും പോവാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പോവാം എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് നമ്മളുടെ കൊടുത്ത വണ്ടി ലോഡ് കയറ്റാനായിട്ട് വാടാനപ്പള്ളിയിൽ വന്നിട്ടുണ്ട്. വാടാനപ്പള്ളിയിൽ എത്തേണ്ട, കാഞ്ഞാണി വരെ പോയാൽ ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അത് കാരണം അവിടെ മരുന്ന് പോയി വണ്ടി ഒന്ന് കാണാം. പിന്നെ അവർ അല്ലാതെ ചില പണിയൊക്കെ കഴിപ്പിച്ചായിരുന്നു ബോഡി ഭാഗത്ത് നിന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ ചെറിയ പർച്ചേസിങ്ങിന് ഇറങ്ങി. എന്തുണ്ടായിരുന്നു അപ്പന് ചെരുപ്പ്? അല്ല, ഒരെണ്ണം 8ഉം ഒരെണ്ണം 10ഉം ആണോ? 9ഉം 10ഉം. അപ്പോൾ അത് കാരണം അത് ആദ്യം തന്നെ ഒന്ന് തിരിച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ പിന്നെ വേറെ എന്തിട്ടായിരുന്നു, പിന്നെ നിതയ്ക്ക് അതുപോലെ തന്നെ 2 പാത്രം അങ്ങോട്ട് മാറ്റാനുണ്ട്. അപ്പോൾ പാത്രക്കട വരെ ഒന്ന് പോകണം. അത് 2 കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ നേരം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലോഡ് കയറ്റാനായിട്ട് നിർത്തിയേക്കാണ് വണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് കുഴപ്പമുണ്ടാവില്ല. അവർ ലോഡ് കയറ്റി കഴിയുമ്പോഴേക്കും ഉച്ചയൊക്കെ കഴിയും. അപ്പോഴേക്കും അങ്ങോട്ട് എത്തിയാൽ മതിയല്ലോ. ഇപ്പോൾ നമ്മൾ നേരത്തെ അവിടെ ചെന്നിട്ട് കാര്യമൊന്നുമില്ല, വണ്ടി ഒന്ന് കണ്ടുപോയി 10 മിനിറ്റത്തെ പണിയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം അങ്ങോട്ട് എത്തുമ്പോഴേക്കും എന്താ ചെരുപ്പ് ചെരുപ്പ് കണ്ടില്ലേ ഒരെണ്ണം അങ്ങനെ വെച്ചാൽ അറിയില്ലടാ. ഈ അടിവശമില്ല, അങ്ങനെയല്ല, അടിവശം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ വ്യത്യാസമുള്ള 1 ഇഞ്ച് രേഖ കണ്ടില്ലേ. ഇവിടെ ഈ ചെരുപ്പ് ഇത്ര കൂടുതൽ. മുത്തിന്റെ കാലം എന്താ പ്രതീക്ഷേട്ടനെക്കാളും വലുതായോ? പ്രതീക്ഷേട്ടന് ഇത്രയും വലിയ കാലം തന്നെ. ആ ശരിയാട്ടോ, ഇവന്റെ ചെരുപ്പൊക്കെ എന്റെ ചെരുപ്പിന്റെ ഭാഗമായി. ഇപ്പൊ ഇതിപ്പോ എത്ര ഇഞ്ചാടാ ഇതൊക്കെ? 9 ഇഞ്ച് ചെരുപ്പായിട്ട് ഇവിടെ. എനിക്കും 9 തന്നെയാണ്. എന്നാൽ കൂടി എനിക്ക് 9 ആയത് 46 വയസ്സായപ്പോഴാണ്. ഇവന് 9 എന്നാ ശരിയാ. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് 46 അല്ല, എനിക്ക് 9 ഉണ്ടായിരുന്നില്ലായിരിക്കും. ഇപ്പൊ എനിക്ക് എന്റെ കാല് 8 പഠിക്കുമ്പോൾ 8ലോ 10ലോ പഠിക്കുമ്പോ എനിക്ക് 9 ആയതാ. പിന്നെ എന്റെ കാല് വളർന്നിട്ടില്ല. പക്ഷെ ഇവന്റെ നോക്കി 8ാം ക്ലാസ് ആയപ്പോഴേക്കും ഇവന് 9 ആയി. ഈ ചെരുപ്പ് ഞാൻ കോമഡിയാട്ടാ. എന്റെ കാല് കുഞ്ഞ കാലാ. നിനക്ക് അടിപൊളിയായിട്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേശല്ലേ കൂടുതലുള്ളൂ. നീ വേണമെങ്കിൽ വീട്ടിൽ കൂടി ഇട്ട് നടന്നോ. അപ്പൊ എന്തായാലും ഇത് കൊണ്ടുവന്ന് നമുക്ക് മാറ്റി മേടിക്കണം. പിന്നെ അതേപോലെ നീത അവിടെ ഒരു ഇത് എടുത്ത് വെച്ചേക്കണ അവളുടെ എന്തൊരു പാത്രമായിരുന്നു നീത? നൂലപ്പ പാത്രം. ആ സാധനം കുഴിഞ്ഞു വളഞ്ഞു. അപ്പൊ അതുകൊണ്ട് അപ്പൊ ആ സംഭവം ഒന്ന് നന്നാക്കാനായിട്ട് കൊടുക്കണം. അപ്പൊ പോവാ എന്നാ നമുക്ക്. ഓക്കെ, നേരെ നമ്മൾ അല്ലറ ചില്ലറ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വാടാനപ്പള്ളിക്ക്, കാഞ്ഞാണിക്ക്. ഓക്കെ, പൂവ കയറ്. എത്ര നേരമായി വണ്ടി കയറുന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ മാറി 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 അവിടെ ഇവിടെ ആയിട്ട് നിൽക്കണുള്ളൂ. അപ്പോൾ പോവാ. ഇന്ന് നമ്മൾ താറ് എടുത്തിട്ടാണ് കേട്ടോ പോണേ. കുറേ നാളായി താറ് എന്താ പറയുക ലോങ് ഒക്കെ ഓടിയിട്ട്. ലോങ് എന്നല്ല, ആകെ 3-4 കിലോമീറ്ററുള്ള ഓട്ടം അല്ലാണ്ട് അകലം വഴിക്കൊന്നും തീരെ ഓട്ടമില്ല കേട്ടോ. സ്വിഫ്റ്റ് ഓട്ടമില്ല ഗൈസ്. നമ്മളൊരു തീരുമാനത്തിലെത്തി, നമ്മളുടെ സ്വിഫ്റ്റ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ല ആൾക്കാർ താല്പര്യമുള്ള ആൾക്കാർ പറഞ്ഞോളൂ. നമ്മളുടെ വണ്ടി എന്തായാലും ഒരു മോഡൽ വില കണ്ടിട്ട് ഡീസൽ 2019 മോഡൽ ഡീസൽ വണ്ടി ഓട്ടോമാറ്റിക്. അപ്പോൾ വല്ല ആൾക്കാരും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മൾ മെസ്സേജ് എന്താ പറയുക നമ്പർ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആൾക്കാർക്കാണെങ്കിൽ തരാം കേട്ടോ. മോഡലിൻ്റെ വില എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിലയ്ക്ക് കൊടുക്കും നമ്മൾ, അല്ലാണ്ട് വലിയ വിലയൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് ഒരു പണിയും കാര്യങ്ങളും ഒന്നുമില്ല. ഓട്ടമില്ലാണ്ട് 2 വണ്ടി ഇങ്ങനെ വീട്ടിൽ വെറുതെ കിടക്കുമ്പോൾ ഞാനാണെങ്കിലും ഓടിക്കണില്ല, വെറുതെ എന്തോരെന്ന് വെച്ചിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ആ വണ്ടിയാണെങ്കിൽ 7000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഈ വണ്ടി ഒരു കൊല്ലമായിട്ട് 5000-ന് മുകളിൽ ഓടിയിട്ടുള്ളൂ. അപ്പോൾ വെറുതെ നമ്മൾ ഏത് വിലയോ മെച്ചം, അത് ശരിയാട്ടോ, അത് ശരിയാട്ടോ. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇതിൽ 1000 രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇതിൽ 500 രൂപയ്ക്ക് ഡീസൽ അടിച്ചാൽ മതി. അതാണ് വ്യത്യാസം. അത്ര വ്യത്യാസമുണ്ട് നമ്മളെവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ. പിന്നെ ഗെറ്റപ്പിന് വ്യത്യാസമുണ്ട്. പക്ഷെ അവന്റെ കാറിനേക്കാളും മൈലേജ് നമ്മുടെ കാറിന്. അത് പെട്രോളല്ലേ, അതിന് മൈലേജ് ഉണ്ടാവില്ല. പെട്രോള് അത് ഓട്ടോമാറ്റിക്കും അല്ല. ബാ കയറി പോവാ നമുക്ക്. എന്നിട്ട് ബാക്കി കഥയൊക്കെ പോണ വഴിക്കുള്ള കഥകൾ പറയാം. വെച്ചോ ഓക്കെ വെക്കേ. ഇപ്പൊ നമ്മുടെ താറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഓടുമ്പോൾ ഒരു 12.5, അതുപോലെ ലോങ് പോവുകയാണെങ്കിൽ ഒരു 15-ന്റെ താഴെ, 14.5, 15-ന്റെ അടുത്ത് ഒക്കെയാണ് കേട്ടോ മൈലേജ്. ഇപ്പൊ നമ്മളൊരു 10 മാസമായില്ല വണ്ടി എടുത്തിട്ട്. ഈ 10 മാസത്തെ നമ്മളുടെ ഒരു മൈലേജിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇത്രയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 7000 കിലോമീറ്റർ ഒരു കൊല്ലം, 10 മാസമായിട്ട് 7000 കിലോമീറ്റർ, 7500 കിലോമീറ്റർ ആണ് ഇത് ഓടിയേക്കണേ. സ്വിഫ്റ്റ് ആണെങ്കിൽ ഈ ഒരു കൊല്ലം കൊണ്ട് ഓടിയിട്ടുണ്ടാവുക ആകെ ഒരു 5000 കിലോമീറ്റർ ആണ് സ്വിഫ്റ്റ് ആകെ ഓടിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു കൊല്ലത്തിൽ ഒരു 15000 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഓട്ടം വരാറുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി ഉള്ളെങ്കിൽ 15000 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൂടുതലൊന്നും അല്ലാന്ന്. അത് നമ്മൾ ഈ ആവശ്യമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഒരു ഓട്ടം നോക്കുകയാണെങ്കിൽ എത്രയ്ക്ക് നമ്മൾ എത്ര കിലോമീറ്റർ ഉണ്ടാവും, ഒരു 10000 കിലോമീറ്റർ പോലും നമുക്ക് ആവശ്യത്തിന് ഓടുണ്ടാവില്ല. ബാക്കിയൊക്കെ നമ്മൾ അനാവത്തായിട്ട് വെറുതെ അതിപ്പോ ഈ പോണ പോലെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വെറുതെ എവിടേക്കും ആവശ്യമില്ലെങ്കിലും വെറുതെ പോണ കിലോമീറ്ററാ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, നമുക്ക് സ്വിഫ്റ്റ് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു ഐഡിയയിലാണ് നിൽക്കണേ. അപ്പൊ അതിന് വല്ല ആൾക്കാർ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നമ്പർ വേണമെന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്പർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇതാണ് വിയൂര് സെന്റർ കേട്ടോ. വിയൂര് സെന്ററിലത്തെ പാലാണ് ഈ കാണുന്നത്. അപ്പൊ ഇവിടെ ക്യാമറ ഇപ്പൊ ഇല്ല, അത് പറയാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ വന്നത്. വിയൂര് പാലം എഴുതിയേക്കണ്ട. ഇവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കണ്ടോ ഈ നെല്ലിയുടെ സൈഡിലായിട്ട്, പക്ഷെ അത് ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഏതോ വണ്ടി ബാക്ക് എടുത്തിട്ട് ഇടിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, കോൺക്രീറ്റ് ചെയ്ത് ഇനി നെറ്റ് ബോൾട്ടുമ്പോൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് ഇവിടെ ഇത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും ഹെൽമെറ്റ് വെച്ച് പോകാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു പുറത്തിറങ്ങാൻ സ്കൂട്ടറുമ്പോ പറ്റാണ്ടിരുന്നത്. പക്ഷെ പോവാൻ പാടില്ല, പോലീസ് പിടിച്ച പണി കിട്ടും. അതിന് തൊട്ടുപുറത്ത് മറ്റേ ക്യാമറ ഇരിക്കുന്നുണ്ട്. 3 പേര് പോയപ്പോ കുഴപ്പമുണ്ട് അതല്ലേ. അല്ല ഇന്ന് കുഴപ്പമില്ലെന്ന് പറയാം. ഇന്നാള് ഗണേഷ് കുമാർ ഫസ്റ്റ് പറഞ്ഞ ഒരു അമ്മയും അച്ഛനും അമ്മയും ഒരു കുട്ടിയും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടീനെ കൊണ്ടുപോകണ്ടേ എന്ന് ചോദിച്ചു. കുട്ടീനെ കൊണ്ടുപോകണ്ട, കുട്ടീനെ അവിടെ എത്തുമ്പോൾ നടത്തി വിടുക, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 വയസ്സായ മുതൽ 3 വയസ്സായ മുതൽ കുട്ടികൾ നടന്നോളേ. ആ കുട്ടികളോട് പറയാ സൈഡിൽ കൂടെ അങ്ങോട്ട് നടന്നോളാൻ പറയാ. ഗണേഷ് കുമാർ വന്നപ്പോ നമുക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഐഡിയക്ക് ഇങ്ങനെ, ഐഡിയ മീൻസ് അയാൾ വണ്ടി പ്രാന്തൻ ആണ് ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എല്ലാ കാര്യങ്ങളും ചെറിയൊരു പരിഗണന കിട്ടും എന്ന് വിചാരിച്ചു. പക്ഷെ ആള് വന്നതോടുകൂടി പരിഗണന കിട്ടുകയല്ല ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് സ്ട്രിക്റ്റ് ആക്കിയിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ആയിട്ട് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാന്ന് പറയില്ല എല്ലാ കാര്യങ്ങളും. അങ്ങനത്തെ ഒരു ഇതായി. വഴിക്കൂടെ നടന്നു പോകുന്ന ആൾക്കാർക്ക് വരെ ഫൈൻ ഇടുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് ഇതിനൊക്കെ നമ്മൾ സമാധാനം പറയുക. അല്ലെങ്കിൽ അവരുടെ KSRTC ബസ്സിന് ലൈറ്റുകൾ ഫിറ്റ് ചെയ്യുക, നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ അതിന് പറ്റില്ല എന്ന് പറയുക. അത് എന്നിട്ട് ഓടിക്കാനുള്ളതല്ല എന്ന് പറയാം, കയറ്റിയിടാൻ വേണ്ടിയിട്ടുള്ള. കയറ്റിയിടാനായാലും ഏതായാലും നമ്മൾ കയറ്റിയിടാനുള്ള വണ്ടിയാണെങ്കിലും രാത്രി ഓടാത്ത വണ്ടിയാണെങ്കിലും ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. എന്നിട്ട് അതിന് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എന്ത് കാര്യം ആയിക്കോട്ടെ, ഗവൺമെന്റ് വണ്ടിക്കാണെങ്കിൽ 60 മൈൽ സ്പീഡൊന്നുമില്ല, 70-80 ഒക്കെ അവർ പോകും. നമ്മുടെ വണ്ടികളൊക്കെ ആണെങ്കിൽ 60 കൂടുതൽ പോകാൻ പാടില്ല. സ്പീഡ് ഗവർണർ 60 കട്ടാക്കണം. അവർക്ക് 80 ആയാലും കുഴപ്പമില്ല, 100 ആയാലും കുഴപ്പമില്ല. ട്രാൻസ്പോർട്ടൊക്കെ അതേപോലെ പോണത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും വണ്ടിയുടെ ബുക്കും പേപ്പറും നോക്കുകയാണെങ്കിൽ പകുതി വണ്ടികൾക്ക് ഇൻഷുറൻസോ ടെസ്റ്റോ പൊല്യൂഷനോ ഒന്നും ഉണ്ടാവില്ല. ഈ പിടിക്കാൻ വരുന്ന പോലീസ് വണ്ടിക്ക് പോലും ഒരു സംഭവങ്ങളും ഉണ്ടാവില്ല എന്ന് പറയില്ലേ, അതേപോലെയാണ് കേട്ടോ. പക്ഷെ നമ്മളുടെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പാലിപ്പിക്കേണ്ട ആൾക്കാര് അവരുടെ വണ്ടി കറക്റ്റ് ആക്കിയിട്ട്, നമ്മൾ പറയില്ല ആദ്യം നീ നിന്റെ കുടുംബം നന്നാക്കടാ എന്നിട്ട് നീ നാട്ടുകാരെ നന്നാക്കടാ എന്ന് പറഞ്ഞ പോലെ തന്നെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റ് ആക്കിയിട്ട്
ഫൈൻ അടപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എത്ര രൂപ ഫൈൻ അടയ്ക്കാനും ഒരു കുഴപ്പമില്ല. റോഡില്ലാണ്ട് റോഡ് സൈഡില് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫൈൻ. എന്നാ പിന്നെ പാർക്കിംഗ് എല്ലായിടത്തും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് വണ്ടി കൊണ്ടുപോയിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യും. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, പുറത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോ പാർക്കിംഗില് എന്ത് ചെയ്യും? നോ പാർക്കിംഗ് ബോർഡൊന്നും വേണ്ട, റോഡ് സൈഡിൽ പാർക്ക് നമ്മുടെ മറ്റേ വണ്ടിക്ക്. അല്ല ഞാൻ പറയണത് ഇതിനൊരു നിയമത്തിനൊരു ചെറിയ ഭേദഗതി വരുത്തണ്ടേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം വെക്കുമ്പോ അതിന്റേതായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടോന്നും അത് തന്നെ. ഇപ്പൊ ഗണേഷ് കുമാർ പറയുന്ന നിലയ്ക്ക് എല്ലാ സംഭവങ്ങളും എല്ലാം വേണം, വേണ്ടാന്നൊന്നും ആരും പറയണില്ല. നല്ലതാണ്. നിയമങ്ങൾ വേണം, പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം, ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ അതിനനുസരിച്ച് ഞങ്ങൾക്ക് നോ പാർക്കിങ്ങില് എന്നല്ലാണ്ട് പാർക്കിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ കാണിച്ചതാ പാർക്കിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലം. അങ്ങനെയുള്ള സ്ഥലങ്ങളില്ല. അന്ന് പിന്നെ വണ്ടി എവിടെ കൊണ്ടിടും അതും കൂടി പറഞ്ഞതായോ? അല്ലാണ്ട് വണ്ടി തലയിലേറ്റിക്കൊണ്ട് നടക്കാൻ പറ്റുമോ നമുക്ക്? ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം നിയമങ്ങൾ ഉണ്ടാക്കി വെക്കും. ഇപ്പൊ പറയുന്ന മറ്റേ നമ്പറില്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടർ ഇല്ലേ, അത് റോട്ടിൽ ഓടിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവര് അതിനായിട്ട് സ്പെഷ്യലി ട്രാക്ക് ഉണ്ട്. ദുബായിലൊക്കെ അങ്ങനെ ഉണ്ട്. അവര് അതേ സാധനം തന്നെ നമ്മൾ റോട്ടിൽ ഓടിക്കണമെങ്കിൽ ഫൈൻ തന്നോട്ടെ. ആ ട്രാക്കിൽ കൂടെ ഓടിക്കണതിന് അങ്ങനെ ട്രാക്ക് ഉണ്ടാക്കി തരണം. പക്ഷെ അതെന്താ മുത്ത അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ മുത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ, മുത്ത നിനക്ക് ഒരു കാര്യം ചെയ്യും, 25 മൈൽ സ്പീഡല്ലേ ഉള്ളൂ, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ട്യൂഷന് പോവുക അല്ലെങ്കിൽ സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യാൻ സുഖമായിട്ട്. അപ്പൊ കുറച്ച് കഴിയട്ടെ ഇലക്ട്രിക് സ്കൂട്ടർ മേടിച്ചു തരാം, അതാവുമ്പോൾ ഇതുങ്ങൾ നമ്പർ പ്ലേറ്റോ അല്ലെങ്കിൽ ലൈസൻസോ ഒന്നും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞതാ. മുത്ത് വളരെയധികം പ്രതീക്ഷയിലിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഒരു പുതിയ നിയമം വന്നിട്ട്, പുതിയ നിയമമല്ല, ഗണേഷ് കുമാർ പറഞ്ഞു ഇന്ത്യയിൽ മൊത്തം 25 മൈൽ സ്പീഡില് കുറവുള്ള വണ്ടികൾക്ക് ഇത് ബാധകമല്ല. പക്ഷെ നമ്മൾ കേന്ദ്രത്തോട് പറഞ്ഞിട്ട് അത് നിയമം ഉണ്ടാക്കിക്കും. 25 മൈൽ സ്പീഡ് കുറഞ്ഞാലും വണ്ടിക്ക് ലൈസൻസും വേണം, അതുപോലെ ബുക്കും പേപ്പറും വേണം. വണ്ടി ഓടിക്കാൻ ലൈസൻസും ബുക്കും പേപ്പറും വേണം എന്നുള്ള നിയമം ആക്കുന്നു ഗണേഷ് കുമാർ കേന്ദ്രത്തിൽ പറഞ്ഞ് ഉണ്ടാക്കിക്കും. അപ്പൊ എന്തെന്ന് ഇതിനൊക്കെ സമാധാനം പറയാം. അപ്പൊ അത് കാരണം മാനസികമായിട്ട് വണ്ടി കൊണ്ടു നടക്കാൻ ഇഷ്ടമില്ലാണ്ടായിട്ടോ. വണ്ടി ഫീൽഡ് എന്ന് പറയുമ്പോ എന്നോട് പല ആൾക്കാരും കമന്റുകൾ അയക്കാറുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ, ചേട്ടാ ആ വണ്ടി എടുക്കുക, ഈ വണ്ടി എടുക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുക്കാനുള്ള ഒരു ഇതില്ല. റോട്ടിൽ ഇറക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വണ്ടി മേടിക്കണത്. ഇത് റോട്ടിൽ ഇറക്കാൻ എന്തായാലും പറ്റില്ല. കാരണം ഇറക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞ് ഈ പോലീസുകാർക്കും ഗവൺമെന്റിനും ആവശ്യമില്ലാണ്ട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യത്തെ. ഇതൊരു നടപ്പാതയാ. ഇവിടെ വെള്ളവര പോയിട്ട് എത്ര കാലമായി എന്നറിയോ? ഇപ്പൊ ആൾക്കാർ ഇത് വെള്ളവരയൊക്കെ നടക്കുമ്പോ വെള്ളവരയാന്ന് വിചാരിച്ച് നടക്കേണ്ടി വരും. അല്ലാണ്ട് വെള്ളവരയൊക്കെ അവിടെ തേഞ്ഞ് പോയി. അന്ന് ആ വെള്ളവര പോയി കഴിഞ്ഞാൽ വെള്ളവര ഇട്ട് കൊടുക്കണം. ഇതറിയില്ലേ? എന്നിട്ട് വെള്ളവരയിൽ വെച്ചിട്ടാണ് വണ്ടി ആൾക്കാർ തട്ടിയെന്ന് പറഞ്ഞാൽ വരുന്ന വണ്ടിക്കാർക്ക് അവിടെ വെള്ളവര ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയണ്ടേ? ഈ നിലയ്ക്കാണ് ഗൈസ്. അപ്പൊ നമ്മളുടെ വിഷമങ്ങൾ നമ്മളൊരു 5 മിനിറ്റ് നേരം പറഞ്ഞു. നമുക്ക് ഇതൊക്കെ ഇങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ എവിടെ ചെന്ന് ഒറ്റയ്ക്ക് സമരം ചെയ്ത് കോടതിയുടെ മുന്നിൽ പോയിരിക്കാനോ മന്ത്രിമാരെ പോയി കണ്ട് നിവേദനം കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് നമ്മളുടേതായ രീതികൾ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതേപോലെ തന്നെ എന്ത് സംഭവം, ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പോലീസ് ജീപ്പ് പോകുന്നുണ്ട്. ഒരു ലൈറ്റ് എന്ന് പറയാം, ഹെഡ് ലൈറ്റ് അല്ലാണ്ട് ഇൻഡിക്കേറ്ററോ അതിന് മറ്റേ എന്താ പറയാ ബ്രേക്ക് ലൈറ്റോ ഒരു ലൈറ്റോ ഒന്നുമില്ല. നമ്മളുടെയൊക്കെ വണ്ടികൾ ഏതെങ്കിലും ഒരു ലൈറ്റ് കൂടുതൽ ഉണ്ടെന്ന് പറയാ, അല്ലെങ്കിൽ എന്താ പറയാ ഒരെണ്ണം കത്തണല്ലേ, ബ്രേക്ക് ലൈറ്റ് കത്തിയില്ല, ഇൻഡിക്കേറ്റർ കത്തിയില്ല എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ കേസ് എടുക്കുന്ന ആൾക്കാരാ. അവരുടെ വണ്ടിക്ക് ഒന്നുമില്ലാന്ന്. അതിപ്പോ അതാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നേരെ നമ്മളുടെ ചെരുപ്പ് മാറി മേടിക്കാനുള്ള സ്ഥലത്തേക്ക് പോവാം. ഇവിടെയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. ഫാഷൻ എക്സ്പ്രസ്സാ എന്താ പേര് അതിന്റെ? ബൈ 2 get 5. അതായത് 2 മേടിച്ചാൽ 5 കിട്ടും. അതാണ് ഇവരുടെ ഓഫർ കേട്ടോ. 2 ടോട്ടൽ 5 കിട്ടൂലോ. ടോട്ടൽ 5 കിട്ടും. അപ്പൊ അങ്ങനെ വലിയ പരസ്യം കണ്ടിട്ട് ഞങ്ങൾ ഇന്നലെ കയറിയത്. സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏത് ബ്രാൻഡിന്റെ ആയാലും ഇപ്പൊ നമ്മൾ സാധനം മേടിക്കുകയാണെങ്കിൽ അതിന്റെ MRP ഇപ്പൊ 3000 രൂപയുള്ള സാധനമാണെങ്കിൽ 2 മേടിക്കുകയാണെങ്കിൽ 6000 രൂപ. 6000 രൂപയ്ക്ക് 2 കിട്ടുകയാണെങ്കിൽ 3 വേറെ ഫ്രീ ആയിട്ട് എടുക്കാം. അപ്പൊ അത് കുഴപ്പമില്ല, അത് നല്ലൊരു ഓഫറാണ്. അപ്പൊ ഞങ്ങൾ ഇന്നലെ അങ്ങനെ കയറി എടുത്തു സംഭവം. പക്ഷെ ഒരു ഇതെടുത്തത് തെറ്റിപ്പോയി. ഇപ്പൊ എവിടെ ഇടും? പാർക്കിങ്ങിന് സ്ഥലമില്ലല്ലോ, അവിടെ പാർക്കിംഗ് ഇല്ല. അപ്പൊ നമ്മൾ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്ക് പോകണം കേട്ടോ. 2 പാർക്കിംഗ് ഉണ്ട് ഇതിന്. ഓക്കെ, ഇവിടെ കുഴപ്പമില്ല. ലിഫ്റ്റിന്റെ അടുത്തിടാം. പൊക്കമുള്ള വണ്ടി കൊണ്ടുവന്ന അടി ഇടിക്കും കേട്ടോ. എന്തെങ്കിലും മണല് തട്ടേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് അയ്യോ എനിക്ക് ഈ വണ്ടിയിൽ തന്നെ മുകളിൽ ഇടിക്കുമെന്ന് തോന്നുക. ഇതൊരു കുറച്ച് ദിവസത്തെ ഓഫറാണ് കേട്ടോ. ഏത് സാധനം എടുത്താലും 50 to 80 അങ്ങനെയൊക്കെ ശതമാനം ഡിസ്കൗണ്ടൊക്കെയാണ് ഷൂസും ഡ്രസ്സിനും എല്ലാത്തിനും. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ
ഗൈസ് ഞങ്ങൾ അങ്ങനെ തിരിച്ച് പടിഞ്ഞാറക്കോട്ടയിൽ എത്തിട്ടോ. പടിഞ്ഞാറക്കോട്ട കൂടിയിട്ടാണ് നമുക്ക് കാഞ്ഞാണിക്ക് പോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എത്തി. പക്ഷെ റിലയൻസിൽ പോയി നമുക്ക് അത് പറഞ്ഞപ്പോ തന്നെ സോറി സാർ ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് കയ്യോടെ തന്നെ അവിടെ ഫുഡ് വെയർ ഉണ്ടായിരുന്നില്ല, വേറെ രക്ഷ ഉണ്ടായില്ല. അപ്പൊ എന്തുണ്ടായിരുന്നു, ഫുഡ് വെയർ കറക്റ്റ് അല്ലേ? അപ്പം ഫുഡ് വെയർ അല്ല, ഫുഡ് വെയർ എന്നാ പറഞ്ഞത്. പിന്നെ പല കാര്യം ഇപ്പൊ ഫുട്പാത്ത് എന്നാ പറയാ, ഫുട്പാത്ത് എന്നല്ല ഫുട്പാത്ത് എന്ന് പറയണ്ടേ. അത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അതിപ്പോ എന്നിട്ട് പറയാം, നമ്മളിപ്പോ ഇത് പരീക്ഷ നല്ലല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചിട്ട് അതുകൊണ്ട് നല്ല തിരക്കാണ്. ഇപ്പൊ അത് മാറ്റി തന്നു. അതിന് പകരം ചെരുപ്പ് അവിടെ ഇല്ലാത്തതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷർട്ട് തന്നെ എടുക്കേണ്ട വന്നു ഗൈസ്. 3 ഷർട്ടായി, ഇപ്പൊ കുറെ ഷർട്ടായി. എന്തോ ഷർട്ടപ്പ് എടുത്ത് കൂട്ടിയേ, രക്ഷയില്ലാത്ത അവസ്ഥയായി. അപ്പൊ അതെടുത്ത് പോകുന്നു. ഇനിയിപ്പോ നേരെ നമ്മള് ഇവിടെ, എനിക്ക് തോന്നണേ എനിക്കാണെങ്കിൽ 1:45 തിരിച്ച് ഇവിടെ എത്തണം, മിഷ്യൻ കോട്ടേഴ്സിന്റെ അവിടെ എത്തണം. ഇപ്പൊ സമയമാണെങ്കിൽ 12:45. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ എന്താ സംഭവം വെച്ചാൽ ആ സമയം ആകുമ്പോഴേക്കും തിരിച്ചു ഇവിടെ എത്തുമെന്നുള്ളത് അറിയില്ല. അപ്പൊ കാഞ്ഞാണി പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. ഇല്ലെങ്കിൽ ഞങ്ങള് വണ്ടി കാണാൻ ചിലപ്പോൾ ഉപേക്ഷിച്ച് പകുതി ദൂരം പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ. വണ്ടിയുടെ അടുത്തേക്ക് ചിലപ്പോൾ പോകാൻ പറ്റില്ല. കുഴപ്പമില്ല നിങ്ങൾക്ക്. എനിക്ക് അത്യാവശ്യമാണ് ഈ 1:45 എത്തല്. സമയത്തുണ്ട് പോലും വ്യത്യാസം വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു അർജന്റ് മാറ്റർ ഉള്ളത് കൊണ്ട് അല്ല, ഇവിടെ എന്തോ ചെറിയ ഇഷ്യൂ കാരണം ബ്ലോക്ക് ആയതാന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോ തിരിച്ചു വരുമ്പോ ഈ വഴിക്ക് വരിക വേണ്ട, നമുക്ക് നേരെ അതിൽ കയറിയിട്ട് അങ്ങനെ പൂങ്ങുന്നം കൂടിയിട്ട് കയറി പോവാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. സാധാരണ പടിഞ്ഞാറക്കോട്ടയിൽ ഒരു തിരക്കില്ലാത്ത ഒരു സ്ഥലമാണ്. കാരണം 7 വഴി എല്ലാവർക്കും 7 വഴി ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലമാണ്. അല്ല 7 വഴി ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലം പടിഞ്ഞാറക്കോട്ട എന്ന് പറയുന്നത്. പക്ഷെ പ്രാദേശിത്രിയാ കാണുന്നത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടും ഈ വഴിക്ക് ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രാഫിക് പോലീസുകാരനോ ഒന്നും നിൽക്കാറില്ല. ഇന്ന് അവിടെ ഒരു ട്രാഫിക് പോലീസുകാരൻ നിൽക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് നേരെ കാഞ്ഞാണിക്ക് പോവാട്ടോ. കാഞ്ഞാണി വഴിക്കൊക്കെ പോയിട്ട് കുറെ നാളായി. ഇതാണ് അയ്യന്തോൾ ചുങ്കം എന്ന് പറയുന്നത്. പടിഞ്ഞാറക്കോട്ട ഇതിന്റെ ബാക്കിൽ അപ്പുറത്തെ സൈഡ് കാണുന്നത് പടിഞ്ഞാറക്കോട്ട, ഇത് ചുങ്കം. അയ്യന്തോള് അത് കഴിഞ്ഞിട്ട് ഒളരി, അരിമ്പൂര്, കാഞ്ഞാണി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളിൽ ഒന്നാ മൂക്കില്ല രാജ്യത്ത്. അതോ അടിപൊളി പടല്ലേ, നല്ല ഇഷ്ടാ ഗൈസ്. ഇന്നലെ ഞങ്ങള് ഒരു സിനിമ കൂടിയും കണ്ടു കേട്ടോ. ഇന്നലെ അല്ല, മിനി 2 ദിവസമായില്ല ഇറങ്ങി, അന്ന് തന്നെ കണ്ടത്. അത് ഏതായിരുന്നു പടം? ബ്രോമാൻസ് കണ്ടു. പിന്നെ വേറെ ഒരെണ്ണം കണ്ടു, ഒരു ജാതി ജാതകവും കണ്ടു. ഒരു ജാതി ജാതകത്തിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ പടം ബ്രോമാൻസ് ആണ് കേട്ടോ. പല ആൾക്കാർക്കും പല ഇഷ്ടങ്ങളാണ്. എന്നാൽ 2 പടം കുഴപ്പമില്ല, കണ്ടിരിക്കാൻ ഒരു ആവറേജ് പടങ്ങൾ അങ്ങനെ പറയാം. നല്ല പടം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഇപ്പൊ അങ്ങനത്തെ പടങ്ങളൊന്നും ഇറങ്ങണില്ല. എന്നാലും കുഴപ്പമില്ല, അത് തന്നെ അങ്ങനെ പറയാൻ പറ്റും. ഒരു പ്രാവശ്യം കാണാം. പിന്നെ നമ്മൾ ഇന്നലെ കാണാൻ പോയിട്ട് നമ്മള് നേരെ വൈകി ടിക്കറ്റ്. അത് തന്നെ ഓഫീസർ കാണാൻ വേണ്ടി പോയതായിരുന്നു. ടിക്കറ്റ് കഴിഞ്ഞു. ടിക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എത്തിയപ്പോ നേരം വൈകി. ഫ്രണ്ടില് 20 മിനിറ്റ് ലേറ്റ് ആയി. പിന്നെ 15 സിനിമ അത് തന്നെയല്ല, ഫ്രണ്ടിൽ ഇരുന്ന് കാണാൻ വരും. അപ്പൊ അത് കാരണം പിന്നെ വേണ്ടാന്ന് വെച്ച് ഞങ്ങള്. അപ്പൊ മുത്ത് പറയാ ബ്രോമാൻസ് 2ാം പ്രാവശ്യം കാണാന്ന്. നല്ല പടമായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ 2 പ്രാവശ്യം കാണാനുള്ളതൊന്നും ഇല്ല. അത് ഇപ്പൊ എല്ലാ പടവും ഒറ്റ പ്രാവശ്യം തന്നെ കാണാനുള്ളതാണ്. അതെ. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോടതിയിലേക്ക് പോവാട്ടോ. അയ്യന്തോള് കോടതിയിലേക്ക് പോവാ. അതാണ് ചുങ്ക സ്റ്റോപ്പ്. ഒളരി പള്ളി എത്തിയിട്ട് ഒളരി പള്ളി കഴിഞ്ഞു നമ്മൾ നേരെ ഇനി അരിമ്പൂരാണ് അടുത്ത സ്റ്റോപ്പ്. രാജേഷ് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനാണ് ഈ കാഞ്ഞാണിക്ക് കല്ലും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് രാജേഷ് വിളിച്ചിട്ട് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്, കൊടുത്ത വണ്ടി ഇതേ ഇവിടെ കിടക്കുന്നുണ്ട്, നിനക്ക് കാണണമെങ്കിൽ വായോ എന്ന് പറഞ്ഞു. അവൻ വിളിക്കണേക്കാളും ഒരു 5 മിനിറ്റ് മുന്നേ എന്നെ ആ വണ്ടി മേടിച്ച ചേട്ടന്മാര് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ ലോഡ് കയറ്റണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ രാജേഷ് ശരിക്കും പറഞ്ഞ ഒരു 1/2 മണിക്കൂർ മുന്നേ വിളിക്കുകയാണെങ്കിൽ രാജേഷിനൊപ്പം കയറി പോയാൽ മതിയായിരുന്നു കാണാനായിട്ട്. ഇത് സംഭവം പറ്റിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ വണ്ടി എടുത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. രാജേഷ് തട്ടി പോകുന്നുണ്ടാവും. കാരണം കുറെ നേരമായി അവൻ എന്നെ വിളിച്ചിട്ട്. അപ്പൊ പോകുന്നുണ്ടാവും. അവൻ 2ാമതോ ട്രിപ്പ് കല്ലുകെട്ടി എടുക്കാണ്ടെന്നാ പറഞ്ഞേ. വണ്ടി കാണണമെന്നുണ്ട് നിങ്ങൾക്കില്ല ആഗ്രഹം? ഇവർക്കൊന്നും വലിയ ഇതില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ വണ്ടിയിൽ എത്ര കാലം നടന്നു, വണ്ടിയിൽ തമിഴ്നാട് മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്കത് കാണാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി കൂടുതലാ. ഇപ്പൊ അതേപോലെ ഇത്ര നാളായില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസമായി ഉണ്ടാവും അവര് മേടിച്ച്. 4 മാസം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് വണ്ടി കാണാൻ പറ്റും തോന്നണില്ല കേട്ടോ. ഒന്ന് എനിക്ക് 1:45 തിരിച്ചു വരാൻ പറ്റില്ല. ഫുൾ ബ്ലോക്ക്. ഇതേ വരെ ഇല്ലാത്ത ബ്ലോക്ക്. അയ്യോ, പോലീസ് വണ്ടിയും വന്നു. പോക്ക് നടക്കുന്നു തോന്നില്ല. എന്താ ബ്ലോക്കാ? ഇല്ല, ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തിയതിനാണ് ഈ ബ്ലോക്ക്. ഒരു ബസ് സ്റ്റോപ്പിൽ ആളിറക്കാൻ വേണ്ടി നിർത്തിയതിനാണ്. ഒരു ബസ് ഇതേ പോണു, ഒരു ബസ് ഇതിലെ കയറി പോണു. ഈ ബസ് പോണ വഴി നോക്കിയപ്പോ അവർക്ക് അതൊന്നുമില്ല.
ഇതേതാ വണ്ടി? KMU പോണോക്കി അപ്പുറത്തെ സൈഡിൽ കൂടെ മാത്രം നമ്മൾ കയറി ചെന്ന് എന്താണ്ടാവും? അതേ അയാൾ അതിൽ പോയി. ഇതേ അടുത്ത സ്വിഫ്റ്റ് അതിൽ പോയി. ആ വണ്ടി മാക്സിമം ഇപ്പുറത്തെ ട്രാക്കിൽ മാത്രമേ പോണത്. അന്ന് പോകാനൊന്നും പറ്റില്ല, മുന്നിൽ വേറെ ബസ് ഉണ്ട്, അതിനെ ഓട്ടോക്ക് ചെയ്ത് പോകാൻ പാടില്ല. ഇതിന്റെ സെയിം ടൈം ഒരു സ്റ്റോപ്പ് പിന്നിലായിരിക്കും. ഈ വഴിയിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇത് കണ്ട വെട്ടില്ലാത്ത വഴിയത്, അതിനർത്ഥം ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഡബിൾ വരി ഇട്ട് കഴിഞ്ഞാലോ അത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അത് ഇങ്ങനെ നീ ശരിക്കും ലൈസൻസ് എടുക്കണേക്കാളും മുന്നേ തന്നെ ട്രാഫിക് നിയമങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? ഈ 2 വരി ഉണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അതികൂടെയാണ് ഓവർടേക്ക് ചെയ്ത് പോണത്. ഇത് വെട്ടില്ല, ഓരോ വഴിക്ക് ഇങ്ങനെ വെട്ടുണ്ടാവല്ലോ, ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് ആ വെട്ടുള്ള വഴിയിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വളവൊക്കെ വരുമ്പോ അവിടുത്തെ ആ വെട്ട് സ്ട്രെയിറ്റ് ലൈനായി പോകും. ഇനി ശ്രദ്ധിച്ചു നോക്ക്. നോക്കാം. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഒരു ബസ് നിർത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, നമ്മളെങ്ങനെയാ 2 വരിയാന്ന് വിചാരിച്ച് ഓവർടേക്ക് ചെയ്യാണ്ട് അതിന്റെ ബാക്കിൽ നിർത്താൻ പറ്റുമോ? അതാണ് നിയമം. അതിന്റെ ബാക്കിൽ നിർത്തി അങ്ങനെയാണെങ്കിൽ ആ ബസിന്റെ പിന്നാലെയുള്ള കാഞ്ഞാണി വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ 30 ഉണ്ട്, ഈ 40 പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ എത്തുമ്പോ എല്ലാവരും ബ്രേക്ക് വെട്ടി 30 വലിയ സ്പീഡ് ആക്കണം. പക്ഷെ അങ്ങനെ ആരെങ്കിലും ചെയ്യണ്ടോ? ചെയ്യണം. എന്നാലും 30 പോലും ഇല്ല. അതിപ്പോ ഇവിടെ ബ്ലോക്ക് ആയാലോ, ഇല്ലെങ്കിൽ എല്ലാവരും ഇവിടെ ഇത് ചെയ്യും. നമ്മുടെ പഴം ജ്യൂസിന്റെ ചേട്ടന്റെ അവിടെ ആംബുലൻസ്, പഴം ജ്യൂസിന്റെ ചേട്ടന്റെ അവിടെ വേനൽക്കാലം ആയോടുകൂടി തിരക്ക് തുടങ്ങിട്ടാ. നോക്കിയേ, ഇവിടുത്തെ ജ്യൂസ് സൂപ്പർ പഴം ജ്യൂസാ. ആ ബസ് വീണ്ടും അടുത്ത സ്റ്റോപ്പിൽ നിർത്തി വീണ്ടും ഓവർടേക്ക് ചെയ്യണ പോണത് ഡബിൾ വരേക്കണ തന്നെ. ഇതേ നോക്കിയേ, വളവിലും ഡബിൾ വരയിലാണ് പോണത്. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചില കാറുകാർ ഇട്ടിട്ട് അരിപ്പിക്കും. അപ്പൊ അങ്ങനെ അരിപ്പിച്ച് പോകുമ്പോ ഈ പറഞ്ഞ പോലെ ബസ്സുകാർക്ക് വെട്ടിച്ച് പോയാലേ പറ്റുള്ളൂ. അല്ലല്ല, ചില കാറുകാര്. നീ നല്ല പൂരിയല്ലേ? അല്ല, നീ ആരാ മെല്ലെ പോവാന്ന് പറഞ്ഞേ? നിനക്ക് ഞാൻ ഒരു പായസം മേടിച്ചു തരാം കേട്ടോ അവിടെ എത്തുമ്പോ. ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. ഇപ്പൊ 12:50. 1 മണിയായി, 3/4 മണിക്കൂർ കൊണ്ട് തിരിച്ചെത്തണം ഇങ്ങോട്ട്. സൈഡിലൊക്കെ ബിരിയാണി കച്ചവടം. 80 രൂപ ബിരിയാണി. കണ്ട കുറവല്ല, 80 രൂപ. ഇപ്പൊ 80 ആക്കിടി. ചിക്കന്റെ വില ഭയങ്കരമായില്ലേ? സൈഡിലൊക്കെ കച്ചവടം നോക്കി. മനക്കൊടിട്ടാ, ഇതാണ് മനക്കൊടി വളവ്. മനക്കൊടിന്ന് റൈറ്റ് തിരിഞ്ഞാൽ എവിടെ പോകും? അല്ല, ലെഫ്റ്റ് തിരിഞ്ഞാൽ എവിടെ പോകും? പറയൂ, നിങ്ങൾ പറഞ്ഞ്. ലെഫ്റ്റ് തിരിഞ്ഞാൽ നമ്മള് പുള്ള്. ഇല്ലില്ല, നീ ആദ്യം പറഞ്ഞില്ല. അങ്ങനെ വീഡിയോയില് കേക്കില്ല. പൂന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളെന്ന് പറയണം. അതന്നെ, പുള്ള് അങ്ങനെ പറയണം കേട്ടോ. ഓക്കെ, കണ്ട ഈ ബസ് ഇപ്പുറത്തെത്തിയപ്പോ ആ ബസ് അപ്പുറത്തെ സ്റ്റോപ്പിൽ നിർത്തി. ഓരോ ബസ്സിലും ഓരോ സ്റ്റോപ്പിലും ഓരോ ബസ് വീതം വെച്ചിട്ടുണ്ടാവും. ഈ കാഞ്ഞാലി റൂട്ടിലെ പ്രത്യേകത അതാ. ടയർ നന്നായിട്ട് സ്പേസർ ഇട്ടിട്ടാ. ഇല്ല, പോലീസ് പിടിച്ച ഇതിനാണ് ഈ ബുള്ളറ്റിനൊക്കെ വണ്ട ഫൈൻ അടിച്ചത്. ഇങ്ങനെയൊന്നും ഇടാൻ പാടില്ല നിയമപ്രകാരം. കുന്നത്തങ്ങാടി എത്തിയിട്ടാ, കുന്നത്തങ്ങാടി. പഴയ കാലത്ത് ലോറിയിൽ ഫുൾ ടൈം സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എപ്പോഴും വന്നായിരുന്ന വഴിയാ കുന്നത്തങ്ങാടി. അതേപോലെ ശനിയാഴ്ച, എല്ലാ ശനിയാഴ്ചകളും ഇതേ ഞാനും കൂടിയിട്ട് വഴിക്ക് SX4 എടുത്തിട്ട്. അന്ന് SX4 ആയിരുന്നു പൈസ മേടിക്കാനായിട്ട്. ഇതിൽ എന്നെ ഓടുക. അപ്പൊ അങ്ങനെ കുന്നത്തങ്ങാടി കഴിഞ്ഞ് ഇനി നേരെ അടുത്ത സ്ഥലം. അതെ, അരുമ്പൂര്. ഫ്രീ ആവുള്ളൂ. ഇപ്പൊ എപ്പോഴും ഫ്രീ ആയി അല്ലേ? ഞായറാഴ്ചയും ചിലപ്പോ ബിസി ആവും. കാരണം JCBക്ക് മിക്കപ്പോഴും ഞായറാഴ്ച വർക്ക് കിട്ടാം. അതെ, JCBക്ക് പണി ഉണ്ടെങ്കിൽ അപ്പൊ JCBയുടെ പിന്നാലെ പോകും. ഗൈസ്, ഇവിടെ എന്തോ ജാഥ നടക്കുകയാണ്. അരിവാൾ ചിറ്റിക നക്ഷത്രത്തിന്റെ പടത്തോടു കൂടി ജാഥ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണോന്നുള്ളത് അറിയില്ല. ഇതെന്താണോ? നക്ഷത്രമില്ല, അരിവാൾ ചിറ്റിക മാത്രം. നക്ഷത്രം എടുത്ത് കളഞ്ഞപ്പോ ഇതിന്ന് ഇതെന്തിന്റെയാന്നറിയോ ജാഥ? ആ ഫ്രണ്ടിൽ നോക്കണം മുത്ത. എന്താ ഇതേക്കണേ? CPIM. അതെ, വിളിച്ചു പറഞ്ഞു പോണ്ട്. കണ്ടോ?
ഞാൻ ഇന്നാള് പറഞ്ഞോളൂ ഇതേപോലെ വിളിച്ചു പറഞ്ഞൊന്നും പോകാൻ പാടില്ല, പെർമിഷൻ കൊടുക്കാൻ പാടില്ല ഇതിനൊന്നും. കാരണം വെച്ചാൽ ഒരു വണ്ടിയിൽ പോലും സെറ്റ് വെക്കാൻ പാടില്ല എന്ന് പറയുമ്പോ ഇതേപോലെ ഇതിന് മുകളിൽ മൈക്ക് കെട്ടിയിട്ടുള്ള പെർമിഷൻ കൊടുക്കാൻ പാടില്ല. രാഷ്ട്രീയക്കാരായതുകൊണ്ട് വെറുതെ വിടണു. അങ്ങനെ കൊടുക്കാൻ പാടില്ല. രാഷ്ട്രീയക്കാർക്ക് എന്ത് ചെയ്യാന്നുള്ള പെർമിഷൻ കൊടുക്കരുത്. അതെന്താ പോലീസ് രാഷ്ട്രീയക്കാരുടെ താഴെയാണെന്ന് വിചാരിച്ചിട്ട് നിയമങ്ങൾ തെറ്റിക്കാൻ പാടുണ്ടോ? പോലീസ് പറയണം രാഷ്ട്രീയക്കാരൊക്കെ നിങ്ങൾ ശരി തന്നെയാ, പക്ഷെ ഞങ്ങള് പെർമിഷൻ തരില്ല, ഇല്ലാത്ത സംഭവത്തിന് പെർമിഷൻ തരാൻ പറ്റില്ല എന്ന് പറയണം. അപ്പൊ അവന്റെ ജോലി തെറിക്കും. അതാണ് പേടി. ജോലി തെറിപ്പിക്കൂ. ഞാൻ പറയാറില്ല ഇവിടെ ഒരു കടയുണ്ടെന്ന്, ഇവിടെ മാങ്ങയും അതുപോലെ ചക്കൊക്കെ കിട്ടണ എല്ലാ വെറൈറ്റിയും. അല്ലേ? അതെ, ഇവിടെ ഒരു കടയുണ്ട് കേട്ടാ. അതുപോലെ പായസത്തിന്റെ ചേച്ചി ഇന്ന് ഉണ്ടാവാൻ ചാൻസ് കുറവാ. കാരണം വെച്ചാൽ കുടിക്കണം എന്ന് വിചാരിച്ച് എല്ലാ ദിവസം ഉണ്ടാവില്ല. ഞാൻ രാജേഷ് വന്നിട്ട് കിട്ടി. ഞാൻ അട്ടപ്രഥമന അലക്കിയ 2 ഗ്ലാസ്. അടിപൊളി. ദേ ആ കട കണ്ടാ ഒക്കെ മൂടിയിട്ടേക്ക. ഓ പപ്പായ മാങ്ങ എന്റെ പൊന്നെ. വില കുറവൊന്നുമില്ല കേട്ടോ. നമ്മളന്ന് ചോദിച്ചപ്പോ എല്ലാം നാടന നല്ല വിലയുണ്ട്. ദേ അടുത്ത വണ്ടിയുടെ മുകളിൽ കെട്ടി വെച്ചിട്ട് ദേ മാർച്ചു ഇതെന്ന് പറഞ്ഞിട്ട് ഡിക്കിയും തുറന്നു വെച്ചിട്ടുണ്ട്. ഡിക്കിയും തുറന്നു വെച്ചു. ദേ ഡിക്കിയും തുറന്നു വെച്ചിട്ടാണ് ഓടിക്കണത്, ഓടണത് അല്ലെങ്കിൽ ഇടണത്. ദേ കിടക്കണം. നിയമവിരുദ്ധം ഗായ്സ്. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എവിടെ കണ്ടാലും ഗണേഷ് കുമാർ വണ്ടി ഇത് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് വീഡിയോ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിടിക്കും കേട്ടോ. അതല്ലാണ്ട് കുറ്റം പറയാൻ വേണ്ടിയിട്ടൊന്നല്ല, അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കാണിക്കും. ഇവിടെ തൊട്ടടുത്ത് കേട്ടോ നമ്മുടെ വണ്ടി ലോഡ് കയറ്റുന്ന സ്ഥലം. കാഞ്ഞാണി എത്തണേക്കാളും മുന്നേ പാടുണ്ട്. കാഞ്ഞാണി പാടുന്നതിന് പറയാം. ഈ പാടത്തിന്റെ സൈഡിൽ തന്നെ വിറക് കൊണ്ടുവന്ന് തട്ടുന്ന സ്ഥലമുണ്ട്. അത് തട്ടിയിട്ട് അവിടുന്ന് വലിയ വണ്ടിക്ക് കയറ്റി വരുന്നത് അവിടെയാണ്. ഗൈസ് ദേ നമ്മുടെ വണ്ടിയുമ്പോൾ എന്തോ ഒരു വേറൊരു ബട്ടൺ തെളിഞ്ഞേക്കണം. സാധാരണ മറ്റേ ഇതിന്റെ ഒരു ബട്ടൺ തെളിയാറുണ്ട്. അത് കൂടാണ്ട് ഇതെന്താന്നുള്ളത് മനസ്സിലായിട്ടില്ല. അറിയെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മാനുവലിൽ എടുത്ത് നോക്കിയിട്ട് ഇത് എന്താന്നുള്ളത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ യൂട്യൂബിൽ എന്താണ് ഈ സംഭവം എന്നുള്ളത് നോക്കണം. പെട്ടു. വണ്ടിയുടെ അടുത്തെത്താറായിട്ടാ. ഇവിടെ അടുത്താണ് വണ്ടി കിടക്കണത്. വണ്ടി ഇവിടെയാണല്ലോ ഒരാഴ്ച പറഞ്ഞേ. ഈ പറമ്പില് അതേ കേട്ടു കണ്ടാ. അമ്മോ പായസത്തിന്റെ ചേച്ചി ഇതേ ഇരിക്കണു കണ്ടാ. ഇത് വണ്ടിയുടെ അമ്മോ ഇതേണ്ട കിടക്കണു ഗൈസ് നമ്മളുടെ വണ്ടി. ഓ കൊറേ കാലങ്ങൾ കൂടിയിട്ട് അങ്ങനെ നമ്മുടെ വണ്ടീനെ കാണാൻ കേട്ടോ നമ്മള്. അല്ലേ? അമ്മോ അയ്യോ വീൽ കപ്പ് കൂരിയാ. ഫ്രണ്ടിലത്തെ മാത്രമേ ഉള്ളൂ, ബാക്കിലത്തെ ഇല്ല. അയ്യോ പെയിന്റ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞു. എന്റെ പൊന്നെ പൊടി നോക്കിയേ, എന്തിട്ടാ പൊടി നോക്കിയേ, പൊടി വന്നതാ. അപ്പൊ മുത്ത് അതെ മുത്ത് ഇറങ്ങുമ്പോ നിറച്ചും പൊടിയൊന്നും മെല്ലെ ഒതുങ്ങി നടന്നോളൂ കേട്ടോ. വണ്ടി ഒന്ന് നോക്കട്ടെ ഗായ്സ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ വണ്ടി ഇവിടെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക. നമ്മുടെ വണ്ടി മേടിച്ച 2 ചേട്ടന്മാരുണ്ട്. അവർ ഊണ് കഴിക്കാനായിട്ട് പോയേക്കാണ്. അവർ മുതലാളിമാർ വിത്ത് ഡ്രൈവർമാരാണ് കേട്ടോ. അപ്പോൾ അവർ തന്നെയാണ് ഓടിച്ചു കൊണ്ടു കിടക്കണേ. അപ്പോൾ ഒരുപാട് ചെറിയ വ്യത്യാസങ്ങൾ വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഇല്ല ടയർ ഉണ്ടല്ലോ, ടയർ സംഭവം മാറിയിട്ടുണ്ട്. ടയർ പുത്തൻ ടയർ അപ്പോളയുടെ ഇട്ടുണ്ട്. അത് തന്നെ വ്യത്യാസം. പിന്നെ ദേ ഇവിടെ ചെറുതായിട്ട് പെയിൻ്റൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം കുറേ കാലങ്ങളായില്ലേ. പിന്നെ ദേ ഇവർ മറ്റേ ഇതുണ്ടാക്കിയിട്ടുണ്ട്. എന്താ പറയുക, ഇതിനെ പറയില്ലേ എന്താ ഹൈടെക് ബോഡി ആക്കിയിട്ടുണ്ട്. ഹൈടെക്കിൻ്റെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഇത് വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു സംഭവം. അത് വെച്ചിട്ടുണ്ട്. പിന്നെ ടയർ ഞാൻ പറഞ്ഞു ഫ്രണ്ടിലത്തെ 2 ടയർ മാറ്റിയിട്ടുണ്ട്. ഇതും മാറിയിട്ടുണ്ട്, അപ്പുറത്ത് ഫ്രണ്ടിൽ കിടന്ന ടയർ മാറിയിട്ടുണ്ട്. ഈ ഒരു ടയർ എടുത്തിട്ട് ഇവിടേക്ക് ഇട്ടു. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ടയറുകളല്ലല്ലോ. ടയറൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല ഇത് തന്നെയായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നപ്പോൾ ഉള്ള ടയറാണ്. പിന്നെ ഇതിപ്പോൾ ബോഡിയുടെ ഇവിടെ എന്തോ ആംഗ്ലർ അടിക്കുക അങ്ങനെ എന്തോ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ വിറകാണ് കേട്ടോ കയറ്റിയിട്ടുള്ളത്. അതുപോലെ ഇവർ ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിനി അതുപോലെ തന്നെ ഇങ്ങടേക്ക് മാറ്റിയിട്ടുണ്ട്. സ്റ്റെപ്പിനി നേരെ എവിടെയായിരുന്നു? ഫ്രണ്ടിലായിരുന്നു സ്റ്റെപ്പിനി. പിന്നെ ഗ്രില്ല് സെപ്പറേറ്റ് വലിയ ഗ്രില്ല് അടിച്ചിട്ടുണ്ട്. അത് ഡോറ് തുറന്നിട്ട് അങ്ങനെ തന്നെ കാണാത്ത കേട്ടാ. ഭായിമാർ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക. ഭായിമാർ മലയാളികളാണോ? കുറച്ചറിയാം. അപ്പോൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്പർ പ്ലേറ്റ് മാറിയില്ലോടാ. അതേ നമ്പർ പ്ലേറ്റ് അവിടെ കാണുന്നില്ല. അതെ ഇവിടെയാക്കി നമ്പർ പ്ലേറ്റ്. ടയറും ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി. പിന്നെ അല്ലറ ചില്ലറ അവിടെ ഇവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. സാധനം ചേട്ടന്മാരോട് ചോദിച്ചാലേ കറക്റ്റ് അറിയുള്ളൂ. നോക്കി നോക്കാം. ഫ്രണ്ടിലൊന്നും ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല കേട്ടോ. ഫ്രണ്ടൊക്കെ സെയിം അതേപോലെ തന്നെ, വേറെ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. എന്തുട്ടാ അതൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു. ഒരു സാധനം പോലും ഫ്രണ്ടിലത്തെ ഒരു സാധനം പോലും വ്യത്യാസം വന്നിട്ടില്ല. അതേ ലുക്ക് തന്നെ, ഫ്രണ്ട് ലുക്ക് സെയിം. പിന്നെ ആ ചേട്ടന്മാർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു നിങ്ങൾ ആ പേരിൽ തന്നെ ഓടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം പേര് മാറ്റിയിട്ടില്ല. പേര് മുത്തുന്ന് തന്നെയാണ് ഇപ്പോഴും നിലവിൽ നിൽക്കണേ. പിന്നെ ദേ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടി. ഈ സാധനമില്ലേ
അപ്പോൾ ബോഡിയുടെ ചെറിയ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, കാരണം ഇങ്ങനത്തെ ഹൈറ്റ് കൂട്ടി നന്നായിട്ട്. അപ്പോൾ ക്യാബിൻ്റെ മുകളിലായി അതൊക്കെ ക്യാബിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ അല്ലറ ചില്ലറ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ എനിക്ക് തോന്നുന്നു കോണി ഈ സൈഡിൽ കോണിയില്ല, ആ സൈഡിൽ വലിയ കോണി വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നോക്കിയാലേ കാണുള്ളൂ, നിങ്ങൾക്ക് കാണണ്ടാവില്ല. കറക്റ്റ്. പിന്നെ ഇവിടുന്ന് സ്റ്റെപ്പിനി മാറ്റി അതാണ് സ്റ്റെപ്പിന് നേരെ ബാക്കിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഈ സൈഡിൽ ഇപ്പോൾ വ്യത്യാസം, ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ടാങ്ക്, ശരിക്കും ഈ ടാങ്ക് അല്ല വെക്കുക, അത് മറ്റേ സൈസ് ടാങ്ക് വെക്കണം. വെള്ളത്തിൻ്റെ ടാങ്ക് ഇങ്ങനത്തെ വെച്ചിട്ടുണ്ട്. പിന്നെ നാഷണൽ പെർമിറ്റ് എടുത്തു കേട്ടോ, അതാണ് മെയിനായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയണത്. പിന്നെ എന്നിട്ട് ബോഡിയുടെ പിന്നെ ഉള്ളിൽ തൊട്ടാ ഉള്ളു വല്ലതും ചെയ്തണ്ടാ? ഉള്ളു സീറ്റില്ലേ, ഞാൻ കറക്റ്റേ. ഉള്ളു കണ്ടോ, കിടക്കാനുള്ള സൗകര്യത്തിന് നമ്മളിത് പണ്ടേ ചെയ്യണമെന്ന് പറഞ്ഞാട്ടോ. ഞങ്ങൾ 3 പേര് പോയ സമയത്ത് ശരിക്കും ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും സുഖമായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ അത് പിന്നെ പാത്രത്തിൻ്റെ സെറ്റപ്പ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ ഇത് ചെയ്യണം. പിന്നെ എ സിയും കാര്യങ്ങളൊക്കെ നമ്മളുടെ അതേപോലെ തന്നെ സ്പീക്കർ, അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക്, സ്ക്രീന്, സകല സാധനങ്ങളും അതേപോലെ ഒരു വ്യത്യാസമില്ല കേട്ടോ. ഉള്ളൊന്നും വ്യത്യാസപ്പെടുത്തിയിട്ടില്ല, പഴയതുപോലെ തന്നെ. നിറച്ച് സാധനങ്ങളുണ്ടെന്ന് മാത്രം, ഫുൾ സാധനങ്ങളായി. കാരണം ഇവർ ലോങ്ങൊക്കെ നാഷണൽ പെർമിറ്റ് ആയതുകൊണ്ട് ലോങ്ങൊക്കെ പോകേണ്ടത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സംഭവവും സെറ്റ് ചെയ്യണ്ടേ. പിന്നെ അതേപോലെ തന്നെ കയറിന് പകരം ഇവർ കയ്യിൽ ബെൽറ്റും സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാത്ത കുറേ പരിപാടികൾ ഇവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും വണ്ടി കാഴ്ചയിൽ ഏറെക്കുറെ അതേ സെയിം തന്നെയാണ് കേട്ടോ. അയ്യോ, ഗോപ്രോയുടെ സ്റ്റിക്കർ പോയില്ലോ, എന്ത് പറ്റിയാണോ? അതൊക്കെ ഉണ്ട്, നജീബിക്കയുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ചേട്ടന്മാർ അതെ വരുന്നുണ്ട് കേട്ടോ, അത് വരുന്നുണ്ട്. അപ്പോൾ ആളെ കാണിച്ചു തരാം കേട്ടോ. ഇത് തന്നെ. അപ്പോൾ വണ്ടിയുടെ ലുക്ക് ബേസ് ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കണം, വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല. എന്താ പറയുക, നമ്മുടെ പഴയ ലുക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെ സൂപ്പറായി. ശരിക്കും പണ്ടത്തേക്കാനെ അടിപൊളിയായി എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മേടിച്ച ചേട്ടന്മാരെ താക്കോല് തരുമ്പോൾ അല്ലെങ്കിൽ വണ്ടി വിൽക്കുന്ന സമയത്ത് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളായിട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ചേട്ടന്മാർ, ചേട്ടനോ നീനാണ്, അവരാണ് വണ്ടി മേടിച്ചത്. അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു നമ്മൾ വീഡിയോയിൽ പിടിക്കുന്നതിനേക്കാളും മുന്നേ, ചേട്ടാ കുഴപ്പമുണ്ടോ, കാണിക്കാൻ കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചേട്ടനും അതുപോലെ തന്നെ ഈ ചേട്ടനും കൂടിയിട്ടാണ് കേട്ടോ വണ്ടി മേടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് സന്തോഷമല്ലേ, എന്തെങ്കിലും ഒരു ഇതോ കാര്യങ്ങളൊന്നുമില്ലല്ലോ. അല്ല, ആൾക്കാർക്ക് നമ്മളെല്ലാത്തിനും വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ആൾക്കാർ വിചാരിക്കും കംപ്ലൈൻ്റ് ഉള്ള വണ്ടി അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണെന്ന് വിചാരിക്കും. ദൈവം സഹായിച്ച് നമുക്കും അങ്ങനെ യാതൊരു ഇതും വന്നിട്ടില്ല. അതെ, ഓക്കെ, എനിക്ക് അതറിഞ്ഞാൽ മതി. പിന്നെ അതേപോലെ തന്നെ വണ്ടി കാണുമ്പോഴായാലും നമ്മളുടെ അതേ വ്യത്യാസമൊന്നുമില്ല, അതേപോലെ ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കഴുകാത്തതിൻ്റെ പൊടിയല്ലാണ്ട് വേറെ ഒരു പ്രശ്നം യാതൊന്നുമില്ല. വീൽ കപ്പ് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിന് ശേഷം ടയർ 2 ടയർ എടുത്തു അല്ലേ? 2 ടയർ, ഫ്രണ്ടിലേക്കുള്ള ടയർ നൈലോൺ ആയിരുന്നു നമ്മുടെ കിടന്നായിരുന്നത്, അത് ലിഫ്റ്റ് ടയറിലേക്ക് ഇട്ട്. അതേപോലെ ഫ്രണ്ടിൽ കട്ട ടയർ ഇട്ടിട്ടില്ല അല്ലേ? കട്ട ടയർ ഇടുമ്പോൾ മൈലേജ് കുറവ്, അങ്ങനെ ഓടിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും വരില്ല അല്ല? സാധാരണ ഞാൻ അന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് അത് വ്യത്യാസമുള്ള ടയറിന് കട്ട ഫ്രണ്ടിൽ ഇടാൻ പറ്റാത്തില്ല, ഫ്രണ്ടിലും ബാക്കും ചെയ്യാൻ പറ്റുന്ന ടയർ നമ്മൾ വാങ്ങിയിട്ട്. ഞാൻ ഈ ചേട്ടൻ വണ്ടി എടുക്കാറ് കൂടുതൽ. അപ്പോൾ ഈ ചേട്ടനെ ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് എപ്പോഴൊക്കെ വന്ന് കാണാമെന്ന് പറയും, പക്ഷേ കാണാൻ പറ്റാറില്ല. ഇന്ന് എന്തായാലും തൊട്ടടുത്തായി, ഇവിടുന്ന് 15 കിലോമീറ്റർ ഉള്ള അവിടേക്ക്, വീടിൻ്റെ അവിടേക്ക്. അങ്ങനെ ഇറങ്ങിയതാണ്. മറ്റുള്ള വണ്ടികൾ ഒരുപാട് ഉണ്ടായതുകൊണ്ട് 16 വണ്ടി ടിപ്പേഴ്സും പിന്നെ മറ്റുള്ള എല്ലാ വണ്ടികളും. അപ്പോൾ ഇതൊരു ബോഡി വണ്ടി കൂടെ ഇരിക്കട്ടെ വിചാരിച്ചു. ഞങ്ങൾക്കൊന്ന് സ്ഥലം കാണും ചെയ്യും. അതെ, ഓട്ടോയി ഇതെല്ലാം കൂടി അതിന്റെ ലക്ഷ്യം. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സന്തോഷമാണ് നമ്മളൊരു സംഭവം തന്നിട്ട്. ഞങ്ങളത് എംസാൻഡ് അതുപോലെ നമ്മുടെ പോലെ തന്നെ അല്ലേ? എന്തായാലും നമ്മളെ ഇന്ത്യ തന്നെ വലിയൊരു രാജ്യമല്ലേ? അതെ, പല ഭാഗങ്ങളും നമ്മൾ കാണാത്ത. ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്തില്ലേ? അല്ല, എവിടം വരെ പോയി? ലോങ് എവിടം വരെ പോയി? നമ്മളിപ്പം ലോങ് പറഞ്ഞാല് ബോംബെ. ബോംബെക്ക് പോയിരുന്നു അല്ലേ? ഇനി എപ്പോഴെങ്കിലും എന്നെ കൊണ്ട് പോകണം കേട്ടോ ബോംബെക്കൊക്കെ പോകുമ്പോ. അതെ, ഏതെങ്കിലും സമയത്ത് ഗ്യാപ്പ് ഉണ്ടാവുന്നേ, ആ സമയത്ത് വരാം. അപ്പോൾ എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് തിരിച്ചു പോകാൻ വേണം. അപ്പോൾ ഞാൻ പോട്ടെ എന്നാ. വണ്ടിയൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയ ആൾക്കാരെ എല്ലാം കാണിച്ചു കൊടുത്തു. അതെ, അതെ അതെ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വണ്ടി മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ചേട്ടന്മാർക്ക് ഞാൻ കൊടുത്ത വിലയിനേക്കാളും കൂട്ടി വരെ എൻ്റെ അടുത്ത് വണ്ടി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർ നമ്മൾ സംസാരിക്കുന്ന രീതിയും പെരുമാറുന്ന രീതികളും ഉണ്ട്. നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഒരാൾക്ക് പൈസ കുറഞ്ഞാലും ആ വണ്ടി കൊടുക്കണതിൻ്റെ കാരണം. എനിക്ക് ഈ ചേട്ടന്മാർ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള എൻ്റെ ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വന്നിട്ട് വണ്ടിക്ക് ആ കംപ്ലയിൻ്റ് ഉണ്ട്, ഈ കംപ്ലയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം, ഇതൊന്നും അവരെന്നോട് പറഞ്ഞിട്ടില്ല. ഇത്ര വിലയ്ക്ക് വണ്ടി തരുമോ, ഇത്ര രൂപയ്ക്ക് വണ്ടി തരികയാണെങ്കിൽ ഞങ്ങൾ മേടിക്കുക, ഇത് മാത്രമാണ് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സാധാരണ ഒരു വണ്ടി
വണ്ടി നോക്കാൻ വരുന്ന ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ അതിൻ്റെ ടയർ പോക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററി പോക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഇന്ന കാര്യങ്ങൾ എനിക്ക് ബോഡി ശരിയാക്കണം, അല്ലെങ്കിൽ അത് ശരിയാക്കണം, അപ്പോൾ ആ വില കുറച്ച് തരും, അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ലേ. ഇവർ ഓൾറെഡി അവരൊരു വില പറഞ്ഞു, ആ വിലയ്ക്ക് തരുമെന്ന് ചോദിച്ചു, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കച്ചവടം നടന്നത്. സാധാരണ ഒരുപാട് ആൾക്കാർ ഇതിന് വില കൂട്ടി ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല കളക്ഷനാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ ഡെലിവറി ആയിട്ടൊന്നും പറയാനില്ല, കഴിവ് കുറവുകളൊന്നും പറയാനില്ല. വണ്ടി 2013 മോഡലാണ്. വണ്ടി BS3 ഇറങ്ങിയ വണ്ടിയാണ്. വണ്ടി നല്ല കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ റൺ ചെയ്ത് ഒരു 5-6 ലക്ഷം കിലോമീറ്റർ റൺ ചെയ്തത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള വണ്ടി മറ്റുള്ള ഭാഗങ്ങളോ ഒന്നും തേയ്മാനം അല്ല, കമ്പനിയിലാണല്ലോ ചേട്ടാ സർവീസ് ചെയ്തായിരുന്നേ. ഇതൊന്നും കുറവ് കാണിക്കണില്ല. ഇനി നിങ്ങൾ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തോ? ഈ മേഖലയിലുള്ള 28 വർഷമായിട്ട് നമുക്ക് ഈ വണ്ടിയെ പറ്റി അറിയും. വണ്ടി നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. ടാറ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിശ്വസിക്കാറുണ്ട്. അതെ ചേട്ടാ, അങ്ങനെ വേണ്ടത്. കാരണം ചിലവർ പറയേ വീഡിയോയിൽ എനിക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടായിരുന്നത് അതാ. കാരണം നമ്മൾ വീഡിയോകൾ ചെയ്യണു, അപ്പോൾ നമ്മളൊരു ടയർ മാറ്റുന്നത് കാണിക്കണു, അതൊക്കെ കാണിക്കുന്ന സമയത്ത് ആൾക്കാർ പറയും, ഓ എന്നും ടയർ പൊട്ടണ വണ്ടി, ടയർ പഴയതായ പൊട്ടില്ലേ. അതിനിപ്പോൾ നമ്മൾ അത് കാണിക്കുമ്പോൾ വണ്ടിയുടെ കംപ്ലൈൻ്റ് ആണെന്ന് പറയണ ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ലേ. അതെ 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 ചേട്ടാ. അതുകൊണ്ട് തന്നെ 100% നിങ്ങൾ പറഞ്ഞില്ല ഇപ്പോൾ താല്പര്യം ഇപ്പോഴും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ലാഭത്തിലാണ്. എനിക്കത് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി. ഓ എനിക്ക് അത് ഭയങ്കര മനസ്സിന് സന്തോഷമായിരുന്നു സത്യം പറഞ്ഞത്. ബോംബെ ഡൽഹി ടൗൺ വെച്ചാൽ ഇതിന്റെ ഫുള്ള് ഓടാനുള്ള കണ്ടീഷൻ വണ്ടി എല്ലാം ക്ലിയർ, ടയറും കണ്ടീഷനാണ്, എല്ലാ ഭാഗവും ലീഫ്സെറ്റും കാര്യങ്ങളൊക്കെ. ഈ ടൗൺ പെർമിറ്റ് 2 സ്റ്റേറ്റില് മാത്രം എല്ലാ കണ്ടീഷൻ വണ്ടി. ഏസിയും കാര്യങ്ങളൊക്കെ നല്ല മെട്രോപൊളിറ്റൻ സിറ്റി പോലത്തുള്ള സിറ്റിയിലൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് നിങ്ങൾക്ക് 100% സംതൃപ്തി ആയില്ലോ. ഓ അല്ലേ, അപ്പൊ കുഴപ്പമില്ല, എല്ലാം സന്തോഷമായിട്ട് നടക്കട്ടെ. ലോഡ് കയറ്റിയാൽ അതുകൊണ്ട് ഇറക്കി അതുപോലെ തന്നെ വീട്ടിൽ തിരിച്ചെത്തും. ഇന്നേ വരെ ഈ വണ്ടി കൊണ്ട് നടന്നിട്ട് ഒരു സ്ഥലത്ത് പോലും വഴിയിൽ നിൽക്കേണ്ട ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ബുദ്ധിമുട്ടൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, വിശ്വാസമുണ്ട്. ഓക്കെ ശരി ചേട്ടാ, ഞാൻ നീക്കോട്ടെ എന്നാ. ഓക്കെ ആയിക്കോട്ടെ ചേട്ടാ, അപ്പൊ ഞാൻ പൊക്കോട്ടെ, പിന്നെ കാണാം. ഓക്കെ ബൈ കേട്ടാ. ഗായ്സ്, ഞങ്ങൾ ഇതേ പായസത്തിന്റെ കട പറഞ്ഞത് ഇതാണ് കേട്ടാ. അതായത് 4 സൈസ് ഉണ്ടല്ലേ ചേച്ചി പായസം? 5 സൈസ് ഉണ്ട്. ഇത് അടപ്രഥമൻ. എനിക്ക് അടപ്രഥമനാണ് കേട്ടോ തരുന്നത്. ഞാൻ ഇതിന് മുന്നേ വന്നപ്പോൾ ഞാനും രാജേഷും കൂടിയിട്ട് അടപ്രഥമൻ കഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നിട്ട് പാലട ഇവര് പാലട. പിന്നെ എന്നിട്ടൊക്കെയായിരുന്നു ചേച്ചിയുള്ളത് സേമിയ. അത് എല്ലാ ദിവസവും ചേച്ചി ഇവിടെ ഉണ്ടാവുമോ? എല്ലാ ദിവസവും ഉണ്ട്, ഞായറാഴ്ച അടക്കമുണ്ട്. ഓ അപ്പോൾ ഈ വഴിക്ക് പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടുന്ന് കഴിക്കാട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ കഴിച്ചുകൊണ്ട് അടിപൊളി. ഇതേ ഇവിടെയാണ് കേട്ടോ വണ്ടി ലോഡ് കയറ്റുന്നത്. അത്ര അടുത്താണ് ലോഡ് കയറ്റുന്നതിൻ്റെ തൊട്ട് മുന്നിലാണ് ചേച്ചിയുടെ കട കണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ വണ്ടി നമ്മൾ ഇവിടെ ഒതുക്കി നിർത്തി. അതിന് ശേഷം ലോഡ്. അപ്പോൾ ഇനി വൈകുന്നേരം ആവില്ലേ ചേട്ടാ ലോഡ് കയറ്റി കഴിയുമ്പോൾ? അത് മതി, അത് നല്ലത്. കാരണം ടൗണിൽ കൂടെ പാസ് ചെയ്ത് തൃശ്ശൂർ ടൗണിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് വേണം പോകാൻ. അതെ അതെ, അപ്പോൾ ബുദ്ധിമുട്ട് ആവില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പേടിച്ച് പോകാൻ നിൽക്കണേ. ഇത് കുഴപ്പമില്ല. ഓക്കെ ചേച്ചി, അപ്പോൾ ഇതിന് 1 ലിറ്ററിന് എത്ര രൂപയാണ് ചേച്ചി? എല്ലാ പൈസവും പിന്നെ 160. ഓ അപ്പോൾ 170 രൂപ. നമ്മൾ തൃശ്ശൂരിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കാറ് എത്രയാണ്? 1/2 ലിറ്ററിന് 320 രൂപയ്ക്കല്ലേ? എൻ്റെ അമ്മേ, അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പൈസ കുറവാട്ടോ. അതുകൊണ്ട് ടേസ്റ്റിന് യാതൊരു കുറവുമില്ല. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് വല്ല ആൾക്കാർ പോവുകയാണെങ്കിൽ ഇത് കാഞ്ഞാണി പാടത്ത് വരുമ്പോൾ ലാസ്റ്റ് അല്ലേ ചേച്ചി ഏറെക്കുറെ? അതെ, ലാസ്റ്റ് ഭാഗത്ത് ഈ വിറകൊക്കെ ഇറക്കി വെച്ചിട്ടുള്ളതിൻ്റെ തൊട്ട് മുന്നിൽ കേട്ടോ. ചേച്ചിയുടെ കടയ്ക്ക് പേരൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പോൾ ചേച്ചിയുടെ പേരിൽ തന്നെ അറിയപ്പെടുന്ന കട കേട്ടോ. ചേച്ചിയുടെ പേരൊന്നുമിട്ടാ? കാഞ്ചന. കാഞ്ചന ചേച്ചിയുടെ പായസക്കടയിൽ വന്നിട്ട് ഒന്ന് പായസം ടെസ്റ്റ് ചെയ്ത് പോക്കോളാം. സൂപ്പറാണ്. നീ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇനിയുണ്ട് സൂപ്പറല്ലേ? എനിക്കും ലേശം അത് ടേസ്റ്റ് ചെയ്യാൻ തരണേ. അപ്പോൾ ഞങ്ങൾ ഇതൊന്നും കഴിക്കട്ടെ കേട്ടോ. പോവാ. അതുപോലെ തന്നെ ഓട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാൻ പറയാം കേട്ടോ. നിങ്ങളുടെ നമ്പർ പറയുകയാണെങ്കിൽ എന്തെങ്കിലും സ്ഥിരോട്ടോ കാര്യങ്ങളോ അകലം വഴിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. നമ്പർ ഒന്ന് പറഞ്ഞേ. അല്ല, അത് നമ്മൾ അവർ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാടക ഉണ്ടെങ്കിൽ പോയാൽ മതിയല്ലോ. ചേട്ടൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞോ.
34 95 58. അപ്പോൾ എന്തെങ്കിലും 12 വീലിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരോട്ടം അല്ലെങ്കിൽ നല്ല ഓട്ടങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചേട്ടനെ വിളിച്ചോളൂ. നമ്മുടെ വണ്ടി കൊടുത്ത വണ്ടിയല്ല, അത് എന്നും ഓടുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോട്ടെ ചേട്ടാ എന്നാൽ. ഓക്കെ കേട്ടോ, അപ്പോൾ കാണാം നമുക്ക്. ഓക്കെ ബൈ, താങ്ക് യു. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഈ നേരത്തെ എത്തേണ്ടത് കൊണ്ട് തന്നെ വണ്ടിയിലിരുന്ന് കഴിച്ചിട്ട് ബാക്കിയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരം വൈകും ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരം വൈകും. കാരണം ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂറെങ്കിലും നിൽക്കണമെന്ന് വിചാരിച്ചാൽ ഒരു 15 മിനിറ്റ് നിൽക്കാൻ പറ്റുള്ളൂ. എന്തായാലും പോകാം നമുക്ക്. നേരെ തിരിച്ചു പോവാണ് കേട്ടോ. അയ്യോ, നമ്മൾ വന്ന സമയം പറ്റാണ്ടായി അല്ലേ ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും എന്നെ വിളിക്കണ്ട കേട്ടോ ഗൈസ്. ഇതേപോലെ തന്നെ ഇന്നാളെ ആ ചേട്ടൻ വിളിച്ചു ഇതേപോലെ അകലം വഴിക്ക്. നമ്മളെല്ലാവരുടെ അടുത്തും പറയും അകലം വഴിക്ക് പോകണമെങ്കിൽ വിളിക്കണം കേട്ടോ എന്ന് പറയും. അപ്പൊ ആ ചേട്ടൻ വിളിച്ചു. അല്ല, ഈ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ അകലം വഴിക്ക്. എവിടേക്ക് അകലേക്ക് പോവാന്ന് പറയും. പോരുന്നുണ്ട്. ഇപ്പോഴും ചോദിച്ചു ആള് കാങ്കിയത്തേക്കാണ് വിറക് പോരുണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല കേട്ടോ, അർജന്റായിട്ട് പോകണം. അതുപോലെ മുന്നേ ഉള്ള ഡ്രൈവർ വിളിച്ചു. എല്ലാവരും നമ്മൾ ലോങ് പോവാണെങ്കിൽ പറയണത് കൊണ്ട് എല്ലാവരും വിളിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അവൻ വിളിച്ചിട്ട് ബോംബെക്ക്. പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം എവിടേക്കായിരുന്നു എനിക്ക് മറ്റേ കൽക്കട്ടയ്ക്ക്. പക്ഷെ ഇതല്ല കേട്ടോ, ഒരു ബോഡി കൊണ്ടുപോകാനായിരുന്നു. അപ്പൊ ആംബുലൻസിലെ ഇവിടുന്ന് ഒരു ഹിന്ദിക്കാരൻ മരിച്ചിട്ട് ആളുടെ ബോഡി ആംബുലൻസിൽ കൽക്കട്ടയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ വേറെ ഡ്രൈവർ ഉണ്ട്, സ്ഥിരം ഡ്രൈവർ ഉണ്ട്. അപ്പൊ അവന്റെ ഒപ്പം ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ദിവസം 6 ദിവസം വേണം. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കില്ല. കുറേ അല്ലറ ചില്ലറ കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട്. പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അഡ്വാൻസ് ചെയ്തിട്ട് പരിപാടികൾ പ്ലാൻ ചെയ്യായിരുന്നു. അത് പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, പെട്ടുപോയി. അപ്പൊ ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് കേട്ടോ. എന്തായാലും സന്തോഷമായി വണ്ടിയൊക്കെ കണ്ട്. നിങ്ങൾക്ക് സന്തോഷമായില്ലേ വണ്ടി കണ്ടിട്ട്? പക്ഷെ നിന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പൊടി അടിച്ചിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റണ്ടോ? അപ്പൊ ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ എവിടെ ലോഡ് കയറ്റാൻ പോയാലും തമിഴ്നാട്ടിൽ പോയാലും ഇവിടെ പോയാലും നമ്മൾ കഷ്ടപ്പെട്ടും മടുക്കുന്നു. പക്ഷെ ആ ചേട്ടന്മാർക്ക് നല്ല ലാഭമായി. അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അവർ പറഞ്ഞു നന്നായിട്ട് ഓടിയിട്ട് 3 വണ്ടി ഒരുമിച്ച് ഇടിച്ചു കിടക്കണം. അയ്യോ, സൈഡിലേക്ക് മാറ്റിയിട്ടേക്ക് ഇവിടെ വെച്ചങ്ങോട്ട് ഇടിച്ചതുകൊണ്ട് അതാണ് രാവിലെ ഇവിടെ ബ്ലോക്കാന്ന് പറഞ്ഞല്ലേ. ആ ചേട്ടന്മാര് പറഞ്ഞു കേട്ടോ, വണ്ടി ഓടിയിട്ട് നല്ല ലാഭം ഉണ്ട് അവർക്ക്. സന്തോഷമായി അത് കേട്ടപ്പോ തന്നെ. അല്ല, ഞാനും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് കൊണ്ടുനടക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ പിരിയാൻ എവിടെയും പോകണ്ടെന്ന്. ഇത് അതിന്റെ ഇരട്ടി പിരിയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഡ്രൈവർ 2 ചേട്ടനും അനിയനുമാണ്. അപ്പൊ അവർ 2 പേരും ആയതുകൊണ്ട് തന്നെ എന്താ പറയാ, പുറത്തേക്ക് ഡ്രൈവർ കാശ് ഒന്നും പോകണില്ല. ഇതേനെ മുത്തിനൊക്കെ അവിടെ കാശ്ശേരിയിൽ വിട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു വണ്ടി എടുത്തിട്ട് ആലപ്പുഴ കൊണ്ടുവിടാണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടി വന്നപ്പോൾ ആലപ്പുഴയിൽ എത്തി. അപ്പൊ നേരെ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കാരണം നേരെ ആലപ്പുഴയ്ക്ക് എത്തി. ഇനി ആലപ്പുഴയിൽ കുറച്ചുകൂടി പോകണം. ആ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആര്യാസിൻ്റെ അവിടെ നിർത്തി. ഇതാണ് കേട്ടോ വണ്ടി. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഇതവിടെ കൊണ്ടിട്ടിട്ട് വേണം ഇവിടുന്ന് ബസ് കയറി വേണം അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ അത് കാരണം കുറച്ച് സമയം എടുക്കും. ഇനി രാത്രിയാവും വീട്ടിലേക്ക് എത്താൻ. ഇനി ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഏത് ബസ്സാണ് എന്താ കിട്ടണമെന്നുള്ളതൊന്നും അറിയില്ല. വഴി നല്ല ബ്ലോക്കായിരുന്നു. ഉച്ചയ്ക്ക് പോകുന്നത്. ഇപ്പോൾ വൈകുന്നേരം 6:30 ഇതേവരെ ആലപ്പുഴ എത്തിയിട്ടില്ല. റോഡിൻ്റെ പണിയൊക്കെ എല്ലായിടത്തും ഇങ്ങനെ നടക്കുന്നതുകൊണ്ടേ കണ്ടോ, ആകെ ഫുള്ള് പൊളിച്ചിട്ടേക്ക് സകല സ്ഥലവും. അപ്പോൾ അത് കാരണം തന്നെ എന്താ പറയുക, 2 മണിക്കൂറുണ്ട്. ഇപ്പോൾ 100 km/h കാര്യം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കൊണ്ടോ എത്തണ കാര്യം 3.5 മണിക്കൂർ 4 മണിക്കൂറിൻ്റെ അടുത്തായി. അവിടെ എലിവേറ്റഡ് ഹൈവേയുടെ വർക്ക് നടക്കുന്ന സ്ഥലത്ത് മാത്രമാണ് കേട്ടോ ഇത്രയധികം ബ്ലോക്ക്. ആ ഒരു ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10-15 കിലോമീറ്ററിന് താഴെ കണ്ടാണ് ഉള്ളൂ. ആ ഒരു അത്ര കിലോമീറ്റർ പാസ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ടാവും. അത്ര ബ്ലോക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ശരിക്കും പെട്ടുപോയി. അല്ലെങ്കിൽ ടൈം ഇത്രയധികം പോവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും റോഡിൻ്റെ പണി കഴിയട്ടെ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റുമല്ലോ. ഇതുകൊണ്ടോ ഇവിടെയൊക്കെ മണ്ണിട്ട് ഇനി പൊക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓരോരോ നെറ്റ് വെച്ച് ഇത് വെള്ളമൊക്കെ പോകാവുന്ന കണ്ടീഷനിൽ എല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി. ഇനി ഇങ്ങനെ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ മണ്ണിട്ട് ഫുള്ള് പൊക്കി ആ ഹൈറ്റിലേക്കായി പോകും. ഇതൊക്കെ സർവീസ് റോഡായി പോകും കേട്ടോ. ആലപ്പുഴ എവിടെയാണ് കറക്റ്റ് സ്ഥലം എന്നുള്ളത് അറിയില്ല, നോക്കണം. എന്നിട്ട് അവിടെ വണ്ടി കൊണ്ടുവന്ന് ഇട്ടിട്ട് ഏതാണ് ബസ് കിട്ടുക എന്നുള്ളത് അറിയില്ല. എനിക്ക് തോന്നുന്നു ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ബാംഗ്ലൂർ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടുമോ എന്നുള്ളത് നോക്കണം. അപ്പോൾ നോക്കട്ടെ. ഇനി ബസ് യാത്രയാണ് കേട്ടോ ഗൈസ്. ഇനി തിരിച്ച് ഇവിടുന്ന് അവിടെ എത്തിയിട്ട് വേണം നിതേനെയും മുത്തിനെയും കാശ്ശേരിയിൽ നിന്ന് എടുത്തിട്ട് നേരെ വീട്ടിലേക്കായിട്ട് പോകാൻ. പണിയുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തെ പരിപാടി കൂടി ഉണ്ട്. എന്തായാലും രാത്രി ഒരു സമയമാവും വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും. ഹൈ ക്രോസ് ആയാലും അതുപോലെ ഗ്രാൻഡ് വിക്ടാറ ആയാലും കാണാനുള്ള ഗുമ്മുള്ളൂ കേട്ടോ. ഓടിക്കാൻ വലിയ എയിമൊന്നുമില്ല. ഇത് ഹൈ റൈഡറാണ് കേട്ടോ വണ്ടി. ഇത് നമ്മൾ മാരുതിയുടെ ഗ്രാൻഡ് വിക്ടാറ നോക്കാൻ പോയില്ലേ, അതിൻ്റെ സെയിം വണ്ടി തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ റൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ സ്ക്രീനും നമ്മളുടെ ഒരു ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റപ്പും പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാ പവർ വിൻഡോ അത്രയ്ക്ക് സാധാ തന്നെ, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഓട്ടോ ഓൺ ഓഫ് അതുണ്ട്, സ്റ്റാർട്ട്, പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ AC.
അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ ഫങ്ഷൻ കൂടുതലോ അങ്ങനെയൊന്നുമില്ല. പിന്നെ വലിയ പറഞ്ഞ പോലെ തന്നെ പൊതുവെ ഭയങ്കര കുറവാണ് കേട്ടോ ഈ ഒരു വണ്ടിക്ക്. ഗായ്സ് വണ്ടിയൊക്കെ കൊണ്ടിട്ടു. അങ്ങനെ നേരെ നമ്മൾ ആലപ്പുഴ ടൗണിൽ വന്നിട്ട് ഇവിടെ എന്തോ നടപ്പാതാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റ് എവിടെ സ്ഥലം ഒന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ഈ സൈഡിൽ അങ്ങോട്ട് പോയിട്ടായിരുന്നു ഹൗസ് ബോട്ടിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, അറിയില്ല. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ അടുത്ത് ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ എവിടെയാണ് വണ്ടികളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അറിയില്ല, ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തായാലും വെയിറ്റ് ചെയ്യണം കേട്ടോ വണ്ടി കാത്തിട്ട്. ഏത് വണ്ടിയാണോ കിട്ടുക, എല്ലാ സ്റ്റോപ്പിലും നിർത്തി പോണ വണ്ടിയാണെങ്കിൽ അത് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വല്ല വോൾവോയോ അല്ലെങ്കിൽ ഹൈവേ റൈഡറോ അങ്ങനെയുള്ള വണ്ടി കിട്ടിയിട്ട് കാര്യമുള്ളൂ. നോക്കിക്കൊണ്ട് നിൽക്കുക, വണ്ടിയൊന്നും വന്നില്ല കുറേ നേരമായിട്ടും. ഗായ്സ് ഈ സ്ഥലത്തൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുള്ളതാണ്. സ്ഥലം ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂർ തിരുവനന്തപുരം മെയിൻ ഹൈവേ ആണ്. പഴയ കാലത്തൊക്കെ ഈ ബൈപ്പാസ് വരേക്കാളും മുന്നേ വണ്ടികളൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടിയാണ് പോകുക. ഈ വഴിക്ക് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ സ്ഥലം കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ ഐഡിയ കിട്ടി. പക്ഷേ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന കാരണം ടൗണിൻ്റെ ഉള്ളിൽ കൂടെ വരാറില്ല. ഇപ്പോൾ നമ്മൾ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എന്താ പറയുക ബൈപ്പാസ് കൂടിയിട്ടൊക്കെയല്ലേ പോവാറ്. അപ്പോൾ അതാണ് അറിയാണ്ട് വന്നേട്ടാ. ഇനിയിപ്പോൾ പ്രശ്നമില്ല, ഇത് ടൗണിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വരുന്ന ബസ്സുകളാണ്. അപ്പോൾ ഇവിടെ നിന്നാൽ മതി കിട്ടുമെന്ന് പറഞ്ഞു ഉറപ്പ് വരുത്തി. ഒരു വണ്ടി വന്നു. ഇതെന്താ പൂവത്തൂരോ എന്ത് സ്ഥലത്തിൻ്റെ പേര്, അത് എവിടേക്ക് അങ്ങോട്ടുള്ളതാണ് കേട്ടോ. അങ്ങോട്ട് തൃശ്ശൂർ എറണാകുളം സൈഡിലേക്കുള്ളതൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ പോകുന്നുണ്ട്, പക്ഷെ അതൊക്കെ ലോക്കൽ ബസ്സുകളാണ്. ട്രാൻസ്പോർട്ട് കരുനാഗപ്പള്ളി അങ്ങോട്ടേക്കാണ് കേട്ടോ പോണത്. നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ വണ്ടികൾ മുഴുവൻ പോണത് അങ്ങോട്ടേക്ക്. ഇന്നിപ്പോൾ നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. എന്താവും എന്നുള്ളത് അറിയില്ല. വരുന്ന വണ്ടിയിൽ നിന്നിട്ട് പോകേണ്ട വരികയാണോ. അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് എന്താ പറയുക എറണാകുളം വരിക അല്ലെങ്കിൽ അടുത്ത സ്ഥലം വരെ അങ്ങനെ എടുക്കുക. എന്നിട്ട് പിന്നെ വേറെ വല്ല വണ്ടി കിട്ടുമെന്നുള്ളത് നോക്കേണ്ടി വരും. എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും വരുന്ന വണ്ടിയിൽ കയറാം. അല്ലാണ്ട് വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല വണ്ടി അല്ലെങ്കിൽ സീറ്റില്ല കിട്ടുന്ന വണ്ടിയൊക്കെ കാത്തു നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പോക്ക് നേരെ വൈകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന വണ്ടിയിൽ കയറി പോകാനുള്ള പരിപാടിയാണ് നിൽക്കുന്നത്. ഇതേ ഒരു ബസ് വരുന്നുണ്ട്. ഇതെവിടെയാ? തൃശ്ശൂർ ഗുരുവായൂർ. ലോക്കൽ ബസ്സാണ്. നമുക്കൊരു ഗുരുവായൂർ ബസ്സാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഗുരുവായൂർ ട്രാൻസ്പോർട്ട് ബസ് കിട്ടിയിട്ടുണ്ട്. ഇത് ലോക്കൽ പോലെ എല്ലായിടത്തും നിർത്തിയാണ് പോകാമെന്നുള്ളത് അറിയില്ല. എല്ലാവർക്കും സീറ്റൊക്കെ കാലിയാകുന്നില്ല, ആൾക്കാരൊന്നുമില്ല. അപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല. നോക്കി നോക്കട്ടെ, കുറച്ച് ദൂരം പോയിട്ട് പറ്റിയില്ലെങ്കിൽ ഇറങ്ങാം, എന്നിട്ട് വേറെ വല്ല ബസ്സിൽ കയറി പോവാം. ഇത് ആടി പോണ വണ്ടിയാണ്. അങ്ങനെ ചാറ്റിയെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അയ്യോ, ഈ സാധനത്തിൽ അവിടെ എത്തുമ്പോഴേക്കില്ലേ ഒരു ദിവസമാവും. എത്ര മണിക്കൂർ വേണ്ടി വരുമെന്ന് ചോദിച്ചു നോക്കട്ടെ കണ്ടക്ടർ എടുത്താൽ. ആദ്യം തൃശ്ശൂർക്ക് എത്ര സമയമാണെന്നുള്ളത്. ഒരു ബ്ലോക്കാട്ടാ. പഴയ കാലത്തെ വണ്ടിയാണ്, ഏറ്റവും പഴയ പാട്ട വണ്ടിയാന്ന് തോന്നുന്നുണ്ട്. കണ്ടക്ടർ വന്നിട്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞ് ചേർത്തലയിൽ ഇറങ്ങിയിട്ട് ചേർത്തലയിൽ നിന്ന് ചിലപ്പോൾ സൂപ്പർ ഫാസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികൾ കിട്ടും. അപ്പോൾ ചേർത്തല വരെ അത് കയറിക്കോളാൻ പറഞ്ഞപ്പോൾ ടിക്കറ്റ് എടുത്തു. ചേർത്തലയിൽ നിർത്തി തരാമെന്ന് പറഞ്ഞു. അത് തന്നെയല്ല, ഈ വണ്ടിയാണെങ്കിൽ ചേർത്തലയിൽ ഇനി നിർത്തി ചായയൊക്കെ കുടിക്കും നല്ലതാണ് പോവുള്ളൂ. അപ്പോൾ ഇത് എത്തണത് അതുപോലെ ഒരു 11:45 11:45 തൃശ്ശൂർ എത്തുള്ളൂ എന്ന് പറഞ്ഞു. മറ്റേ വണ്ടി ആയി കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ മതി. ഇത് 4-5 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും. 11:45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 12 മണി 1 മണിക്ക് ആവും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം പോണ വണ്ടിയിൽ ചേർത്തലയിൽ അവിടെ കയറി പോകാൻ പറ്റുമെന്ന് നോക്കാം. നോക്കി വണ്ടിയുടെ മുന്നിലേക്കാണ് ബൈക്കുകാരൊക്കെ കൊണ്ടുവരുന്നത്. എളുപ്പമല്ല സത്യം. ഈ വണ്ടി ഓടിച്ച് തൃശ്ശൂർ വരെ എത്താന്ന് പറഞ്ഞാൽ കണ്ടോ കാണില്ല. നോക്കി അതിൻ്റെ ലൈറ്റിനും പവറില്ല. അതുപോലെ തന്നെ ഗ്ലാസുമ്പോൾ മുഴുവൻ ചെളിയും അഴുക്കും സാധനങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക. എളുപ്പമല്ല കേട്ടോ. നല്ല വണ്ടി ഓടിച്ചെത്തുമ്പോൾ തന്നെ നമ്മുടെ പണി തീരും. അപ്പോൾ പിന്നെ ഈ നിലയ്ക്കുള്ള സാധനങ്ങൾ ഓടിച്ച് തൃശ്ശൂരല്ല, ഒരു ഗുരുവായൂരാണ് തൃശ്ശൂർ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ എട്ടരയ്ക്ക് ഓടിച്ചെത്തുന്ന ഡ്രൈവർമാർ സമ്മതിക്കണം. നല്ല വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ചേർത്തല 22 കിലോമീറ്റർ. എന്തായാലും ഈ ബൈപ്പാസിലേക്ക് കയറിയിട്ടില്ല. നമ്മൾ ടൗണിൻ്റെ ഉള്ളിലേക്കിട്ടാണ് പോകണേ. ഇനി നേരെ ബൈപ്പാസിലേക്ക് ചെന്ന് കയറും. പഴയ കാലത്ത് തിരുവനന്തപുരമൊക്കെ പോയിരുന്ന റൂട്ടായിരുന്നു ഇട്ടത്. ഇതിന് വരേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ റൂട്ടൊന്നും മറക്കില്ലായിരുന്നു. നോക്കി എന്തൊക്കെയോ സൗണ്ട് എഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. അയ്യോ, കാല് കൊടുക്കുമ്പോഴേക്കും നോക്കി. അങ്ങനെ നമ്മൾ ചേർത്തല ബൈപ്പാസിലെത്തിയിട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൈ ഓവർ കയറി നേരെ കടലിൻ്റെ മുകളിൽ കൂടിയുള്ള പാലം ഉണ്ടല്ലോ ബൈപ്പാസ്, അതിൽ കയറി അങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ തൃശ്ശൂർ റോഡ്. ഇത് നേരെ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് കയറുന്ന സ്ഥലം കേട്ടോ. ഇതാണ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഇപ്പോൾ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറെ വല്ല വണ്ടികൾ കിട്ടുകയാണെങ്കിൽ സുഖമായിട്ട് പോയിരുന്നു. വല്ല ലോഡ് വണ്ടി എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഒറ്റവട്ടം എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയ്ക്ക് 130 കിലോമീറ്റർ ആണ് അതിൻ്റെ
4.25 മണിക്കൂർ എടുത്തു കേട്ടോ. 4.5 മണിക്കൂർ കൂട്ടാം. ഒരു 15 മിനിറ്റ് ചായ കുടിക്കാൻ പോയി 4.5 മണിക്കൂർ എടുത്തു. അത്ര ബ്ലോക്കായിരുന്നു അത് കാറിൽ വന്നിട്ട്. അപ്പോൾ പിന്നെ ഇതിൽ പറയുമ്പോൾ ഒരു 4 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് പറഞ്ഞു. 4 എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ നോക്കിയാൽ ഒരു മിനിമം. അത് തന്നെയല്ല, ഇത് പക്കാ ലോക്കൽ. എവിടെയെങ്കിലും ആരെങ്കിലും കൈ നീട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ വണ്ടി അവിടെ നിർത്തുക. ഡ്രൈവർക്കാണെങ്കിൽ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് ഒന്നും കാണാനുമില്ല. എഞ്ചിൻ്റെ സൗണ്ട് കാരണം ഇങ്ങനെ മീറ്റർ ബോർഡൊന്നും ഒരെണ്ണം ഒരു ലൈറ്റ് പോലും വർക്ക് ചെയ്യാനില്ലാന്ന്. അതേപോലെയാണ് ഫുള്ള്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ആർക്ക് വേണ്ടി ഇത് ഓടിക്കണേന്ന് മനസ്സിലാവുന്നില്ല. ജനങ്ങളെ വെറുതെ കയറ്റി കൊണ്ടുപോകണമെങ്കിൽ കുഴപ്പമില്ല. ഇത് പൈസ കൊടുത്തിട്ടല്ല കയറ്റി കൊണ്ടുപോകണത്. അത് ആട്ടുംകൂട് പോലത്തെ ഒരു സംഭവം. ഇതൊക്കെ വല്ല പ്രൈവറ്റ് ബസ് ഇട്ട് കഴിഞ്ഞാലേ അടിപൊളി പാട്ടും കേട്ട് നല്ല അടിപൊളി സീറ്റിലിരുന്ന് സുഖമായിട്ടുള്ള യാത്ര ചെയ്ത് പോകാം. ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് നന്മയ്ക്കല്ല, ഇത് ഉപദ്രവത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാണ്ട് ഇപ്പോൾ ഇത് എന്തെന്ന് പറയാം. ഇനിയിപ്പോൾ രക്ഷയില്ല. നമ്മൾ ഈ രാത്രി കഴിക്കുന്ന വേറെ വല്ല ഒരു വണ്ടിയും കിട്ടാൻ മാർഗ്ഗമില്ല. ഇത് തന്നെയല്ലേ രക്ഷയുള്ളൂ. ഇതിൽ തന്നെ കയറി പോവുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി അവിടെ ചെന്നിട്ട് കിട്ടുമോ എന്നുള്ളത് നോക്കാം. കിട്ടിയ ഭാഗ്യം, ഇല്ലെങ്കിൽ ഇതിൽ തന്നെ പോവാം. ഡോറ് തുറക്കാനൊരു പ്രയാസം. എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി പോയാൽ മതി എന്നായിട്ടാണ് പെട്ടു ശരിക്കും ഇതിൽ കയറിയത്. അയ്യോ, ഇതൊന്നും പറയാനില്ല. കോളേജാണ് കേട്ടോ, ചേർത്തല. വണ്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും സംസാരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ ഇട്ടിട്ടേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ്റെ ശബ്ദം കാരണം ഒന്നും കേൾക്കില്ല. കാലാഴ്ച മാത്രമേ കേൾക്കുള്ളൂ. കാല് കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടമയ്ക്ക് എന്തെങ്കിലും പൊട്ടിച്ചാറിന മുതൽ ശബ്ദം കട്ട പൊട്ടം എന്ന് പറഞ്ഞ ഓടിയിടലൊക്കെ. എൻ്റെ പൊന്നോ, വണ്ടിയുടെ കണ്ടീഷൻ അറിയണത് കൊണ്ട് തന്നെയില്ല. ഡ്രൈവർ ഒരു 40 അതിൻ്റെ മുകളിലേക്ക് ഒരു സ്പീഡിലേക്ക് പോകണില്ല കേട്ടോ. കാരണം ആൾക്കറിയാം അതിൽ കൂടുതൽ സ്പീഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ ഇട്ടിട്ട് ആള് നടന്ന് വീട്ടിൽ പോകേണ്ട വരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മെല്ലെ അരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനി ചേർത്തല എത്താറായി. അതായത് പിന്നെ കുഴപ്പമില്ല, നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തിയാൽ മതി. അതിന് മുന്നേ കേടായാലേ പ്രശ്നമുള്ളൂ. അതെത്തിയിട്ട് കേടായിക്കോട്ടെ, വേറെ ഏതെങ്കിലും വണ്ടി പിടിക്കാം. ചേർത്തല ടൗണിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. ഹൈവേന്ന് നേരെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറി. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു അവിടെ ഇറങ്ങണമെന്ന്. ഇപ്പോൾ വേണ്ട, ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്നാണ് ബസ് കിട്ടാൻ എളുപ്പം തോന്നി പറഞ്ഞു. ഇങ്ങനെ ലോക്കൽ ബസ്സിൽ വന്ന കാരണം ചേർത്തല ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് കാണാൻ പറ്റിയില്ല. മറ്റു വണ്ടികളൊക്കെ ഇവിടെ കണ്ടു. ഇപ്പോൾ നമുക്ക് പോകാനുള്ള ബസ്സൊക്കെ ഇതിലും വരികയാണോ? ഏതെങ്കിലും വണ്ടി ഒരു ബസ് കിടക്കുന്നുണ്ട്, നോക്കിയോട്ടെ. മാവേലിക്കരിയാണിത്, നമുക്ക് പോകണമെന്നല്ല. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് വരുമെന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യാം. ഒരു ബസ് പോയില്ലോ. ഇല്ല, ആൾക്കാരൊക്കെ ഓടി വരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് കണ്ടിട്ട്. ഇത് തൃശ്ശൂരിൽ നിന്നാണല്ലോ എത്തിയേക്കണേ. തൃശ്ശൂർക്ക് ഇത് എത്തുമ്പോഴേക്കും 5 മണിക്കൂറാവുന്നുള്ളത് അവർക്കറിയില്ല. എന്തായാലും വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ചായ കുടിക്കാൻ നിർത്താൻ കേട്ടത്. ചായയല്ല, ഭക്ഷണം കഴിച്ചിട്ട് ഇനി പോവുള്ളൂ. നമുക്ക് ഇറങ്ങാം. ഇതാണ് കേട്ടോ നമ്മൾ വന്ന വണ്ടി. തൃശ്ശൂർ ഗുരുവായൂർന്ന് ബോർഡുണ്ട്. 15-231 ഇതാണ് വണ്ടി, ടാറ്റയുടെ. ദയനീയാണ് കേട്ടോ അവസ്ഥ. ഇനി വരാൻ പോണത് ഇതിനും ദയനീയാണോ എന്നുള്ളത് അറിയില്ല. വണ്ടികൾ ഇഷ്ടം പോലെ വരും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം വരുന്നില്ല എന്നുള്ളൂ കേട്ടോ. ഒരു ലോ ഫ്ലോർ വരുന്നുണ്ട്, അത് വൈറ്റിലാന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എറണാകുളം വരെ പോകാൻ പറ്റുന്ന ഓട്ടോ. എനിക്ക് തോന്നുന്നത് അത് വൈറ്റിലേന്ന് ഇങ്ങോട്ട് വരുന്നതാണോ അങ്ങോട്ട് പോകണതാണോ എന്നുള്ളത് അറിയില്ല. വേറെ ബസ്സൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സിൽ തന്നെ വീണ്ടും കയറി പോകേണ്ട വന്നു കേട്ടോ. പ്രത്യേകിച്ച് രക്ഷയൊന്നുമില്ല. വേറെ വണ്ടി വന്നാലേ കയറാൻ പറ്റുള്ളൂ. ഒറ്റ വണ്ടി വന്നില്ല. ഇനിയിപ്പോൾ പറ്റണ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയിൽ എവിടെയെങ്കിലും പറ്റുകയാണെങ്കിൽ ഇറങ്ങാം. എന്നിട്ട് ഏതെങ്കിലും വണ്ടി കിട്ടുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഇതിൽ തന്നെ കുത്തി പിടിച്ച് അങ്ങനെ പോവാം. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും. വീണ്ടും ചേർത്തലേന്ന് യാത്ര തുടങ്ങി കേട്ടോ.